അപ്പോ ഇടേ ഗുഡ് മോർണിംഗ് എല്ലാവരും. ഗുഡ് മോർണിംഗ് സാർ. അപ്പോഴ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? ടീത്തിന്റെ സ്ട്രക്ചർ വരെയായിരുന്നു അല്ലെ? അവിടെ വരെ എല്ലാവർക്കും മനസ്സിലായതാണെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി നോക്കാം. ഓക്കെ, അപ്പോ നമ്മൾ എവിടെ നിന്ന് പോയി? മൗത്തിൽ നിന്ന് ബക്കൽ ക്യാവിറ്റി വരെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? ബക്കൽ ക്യാവിറ്റിയിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു? ടീത്തിനെ പറ്റി പറഞ്ഞു, സലൈവയെ പറ്റി പറഞ്ഞു അല്ലെ? സലൈവയെ പറ്റി നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? സലൈവ എന്ന് പറഞ്ഞാൽ ആ വായിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സലൈവറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പെയർ സലൈവറി ഗ്ലാൻഡ്, രണ്ടെണ്ണം ഇവിടെയും രണ്ടെണ്ണം ഈ നാക്കിന്റെ അടിഭാഗത്തുമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ നിങ്ങൾ കണ്ടിട്ടില്ലേ ഗുസ്തി മത്സരങ്ങളിലൊക്കെ ഇവിടെ ഇടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? വായിൽ നിന്ന് ഉമിനീര് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന് കാര്യം ഇതാണ്, ഇവിടെ ഉമിനീരുണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തോ ചെയ്യും? ഇവിടെ ഇടി കൊള്ളുമ്പോ എന്തോ ചെയ്യും? ഇതിങ്ങനെ വായിലൂടെ വെളിയിലേക്ക് വരുന്നതാണ് ഈ ഉമിനീര്. അതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പൊ അല്ലാതെ വായിൽ വെള്ളമൊന്നും കൊണ്ടിട്ട് തുപ്പല്ല അവര്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഇവിടെ ഇവിടെ ഒരു ജോഡി ഇരിപ്പുണ്ട്. നാക്കിന്റെ അടിഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ജോഡി ഇരിപ്പുണ്ട്. നാക്കിന്റെ അടിഭാഗത്തുള്ളതാണ് ആദ്യം വർക്ക് ചെയ്യുക. നിങ്ങൾ ഈ പുളിപ്പുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നതിന്റെ കാര്യം എന്താണ്? ഈ ഗ്ലാൻസ് എന്ത് ചെയ്യും? അപ്പൊ അവിടെ എന്ത് ഒരു ഇമ്പൾസ് ഉണ്ടായി അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഉമിനീര് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഉമിനീര് എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് ഉമിനീര് ഉപയോഗിക്കുക അല്ലെ? ഒന്ന്, ഡൈജഷനെ ഡയറക്ട്ലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് സലൈവ. എങ്ങനെയാണ് സലൈവ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നത്? നിങ്ങൾ കുറച്ച് പച്ച ചോറ് എടുത്തിട്ട് വായിലിട്ടൊന്ന് ചവച്ച് നോക്കണം. പച്ച ചോറ് വായിലിട്ട് ചവച്ചാൽ എന്ത് ടേസ്റ്റ് തോന്നും? മധുരം തോന്നും അല്ലെ? കുറെ സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മധുരം അനുഭവപ്പെടും. അതിനർത്ഥം സ്റ്റാർച്ച് എന്ന് പറഞ്ഞ മധുരം ഇല്ലാത്തൊരു സാധനമാണ്. ഈ സ്റ്റാർച്ച് ആണ് അരിക്കകത്ത് അല്ലെങ്കിൽ ചോറിനകത്ത് അടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഈ ചോറ് വായിലിട്ട് ചവച്ചപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മധുരം അനുഭവപ്പെട്ടത്? ആ സ്റ്റാർച്ച് എന്തായി മാറി? മധുരമുള്ള മറ്റേതോ ഒരു പഞ്ചസാരയായി മാറി. ശരിയല്ലേ? അതിനെപ്പറ്റി ഇപ്പോഴാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തായിട്ടാണ് മാറിയത്, എന്താണ് അങ്ങനെ മാറ്റിയത് എന്നൊക്കെ നമുക്ക് പറയാം. പിന്നീട് സലൈവയിലുള്ള മറ്റൊരു സാധനമാണ് എന്ത്? ലൈസോസൈം. പറഞ്ഞില്ലായിരുന്നോ? ലൈസോസോം അല്ല. ലൈസോസോം എന്ന് പറഞ്ഞാൽ സെല്ലിൽ കാണുന്ന ഒരു സെൽ ഓർഗനല്ലയുടെ പേരാ. അനിമൽ സെല്ലിൽ കാണുന്ന ഒരു സെൽ ഓർഗനല്ലയുടെ പേരാണ് ലൈസോസോം. ഈ സലൈവയിൽ കാണുന്നത് ഒരു എൻസൈം ആണ്. അതിന്റെ പേരെന്താണ്? ലൈസോസൈം. LYSO ലൈസോസൈം. ലൈസോസൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എൻസൈമിന്റെ പേരാണ് അല്ലെ? ആ എൻസൈം എന്തിനാ സഹായിക്കുന്നത്? നമ്മുടെ വായ്ക്കുള്ളിലേക്ക് ഫോറിൻ ആയിട്ട് എന്തെങ്കിലും കയറിയാൽ, ബാക്ടീരിയയോ വൈറസോ അങ്ങനെയുള്ള എന്തെങ്കിലും വായ്ക്കുള്ളിൽ എത്തിയാൽ എന്ത് ചെയ്യും? അതിനെ ഡൈജസ്റ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് സഹായിക്കുന്നത്? ഈ പറയുന്ന ലൈസോസൈം സഹായിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സലൈവയ്ക്കകത്തുണ്ട്. സലൈവയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്? ഒരു ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ട് അല്ലെ? നമ്മൾ നേരത്തെ ചോറ് വായിൽ ചവച്ചപ്പോൾ മധുരം അനുഭവപ്പെടാൻ കാരണമായ ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേര് ഞാൻ പറയട്ടെ. ആ എൻസൈമിന്റെ പേരാണ് സലൈവറി അമിലേസ്. എന്താണ്? സലൈവറി അമിലേസ്. നമ്മൾ അമൈലേസ് എന്ന് എഴുതും. എങ്ങനെ എഴുതും? അമൈലേസ് എന്ന് എഴുതും. ഈ എൻസൈമുകളുടെ എല്ലാം പേര് അവസാനിക്കുന്നത് ഏസ് എന്നാണ്. അതുകൊണ്ട് സലൈവയിലുള്ള അമൈലേസ് എന്ന് പറയുന്ന എൻസൈം അതാണ് സലൈവറി അമിലേസ്. എന്തിനാണ് സഹായിക്കുന്നത്? അതെ, സ്റ്റാർച്ചിനെ ഇത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സ്റ്റാർച്ചിനെ ഒരു സാധാരണ പഞ്ചസാരയാക്കി മാറ്റും. സ്റ്റാർച്ച് എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് ആണ്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. ആ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷുഗർ ആക്കി മാറ്റും. ആ ഷുഗറിന്റെ പേരാണ് മാൾട്ടോസ്. മാൾട്ടോസ്. അപ്പോ ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഫോറിൻ ബോഡികളെ നശിപ്പിക്കാൻ വേണ്ടി എവിടെ ഉള്ളതാണ്? സലൈവയിലുള്ളതാണ്. മറ്റൊരു എൻസൈം ഉള്ളത് ഏതാണ്? സലൈവറി അമൈലേസ്. എന്താണ്? സലൈവറി അമൈലേസ് എന്തിനാണ് സഹായിക്കുന്നത്? സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ശരിയല്ലേ? സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റുന്നു? മാൾട്ടോസ് ആക്കി മാറ്റുന്നു. വായിൽ വെച്ച് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ഓക്കെ ആണ്. അടുത്തത് സലൈവയിലുള്ള മറ്റൊരു ഘടകമാണ് മ്യൂക്കസ്. എന്താണ്? മ്യൂക്കസ്, ശ്ലേഷ്മം അല്ലെങ്കിൽ മ്യൂക്കസ്. ശരീരത്തിൽ എവിടെ മ്യൂക്കസ് ഉണ്ട് അവിടെ എല്ലാം വഴുവഴുപ്പുണ്ടാവും
അല്ലെ? വഴുവഴുപ്പ്. മൂക്കിനുള്ളിൽ എന്തുണ്ട്? ഈ പറയുന്ന മ്യൂക്കസ് ഉണ്ട്. അതുപോലെ വായ്ക്കുള്ളിൽ എന്തുണ്ട്? മ്യൂക്കസ് ഉണ്ട്. ഈ സലൈവയിൽ മ്യൂക്കസ് ഉണ്ടായതുകൊണ്ടാണ് വായ എപ്പോഴും വഴുവഴാതിരിക്കുന്നത്. തുപ്പൽ എപ്പോഴും വഴുവഴുത്തിരിക്കുന്നതിന്റെ കാര്യം അതാണ് അല്ലെ? അതിന്റെ റിജിഡിറ്റി അങ്ങ് കുറയ്ക്കും, കട്ടിയൊന്നുമില്ല അല്ലെ? ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിപ്പോ ഒരു ചോറ് കഴിച്ചു, ഒരു ചോറല്ല, നമ്മൾ ചോറ് ഉരുളയാക്കി വായിൽ ചവച്ചരച്ച് കഴിച്ചു. കഴിക്കുന്ന സമയത്ത് ഈ ചോറ് തെന്നി അങ്ങ് ഇറങ്ങി പോകണം താഴേക്ക്. ചോറ് എങ്ങും ചെന്ന് എന്ത് ചെയ്യരുത്? കട്ടിയായിട്ട് നിൽക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് എന്തോ ചെയ്യുന്നത്? അതിനെ അങ്ങ് കുഴയ്ക്കും. എന്തിനകത്താ? മ്യൂക്കസിനകത്ത് അങ്ങ് കുഴച്ചു വെക്കും. കുഴച്ചു വെക്കുമ്പോൾ എന്ത് ചെയ്യും? സ്മൂത്ത് ആയിട്ട് അങ്ങ് ഇറങ്ങി പൊക്കോളൂ താഴോട്ട്. ശരിയല്ലേ? സ്മൂത്ത് ആയിട്ട് താഴേക്ക് അത് ഫ്ലോ ചെയ്ത് അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ആ സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ടാണ് എന്തുള്ളത്? മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മം ഉള്ളത്. മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മം, മലയാളത്തിൽ പറഞ്ഞാൽ ശ്ലേഷ്മം എന്ന് പറയും. അപ്പൊ മ്യൂക്കസ് ഉള്ളത്. അപ്പൊ എന്തൊക്കെ സാധനങ്ങളാ? പിന്നെ വാട്ടർ. പിന്നെ ഏതാണ്? വാട്ടർ. അപ്പൊ വാട്ടർ ഇല്ലെങ്കിൽ എന്ത് ഉത്പാദിപ്പിക്കാൻ പറ്റില്ല? സലൈവ ഉത്പാദിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദാഹിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ ദാഹിക്കുന്നത്, അതായത് ഈ സലൈവയുടെ ഉത്പാദനം കുറയും. അപ്പൊ വായ വരളാൻ തുടങ്ങും. ശ്രദ്ധിച്ചിട്ടില്ലേ? വെള്ളം കുടിക്കാൻ തോന്നുമ്പോൾ എന്ത് ചെയ്യും? ദാഹിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദാഹം തോന്നുമ്പോൾ എന്ത് ചെയ്യും? വായ വരളും. വരളുന്നതിന്റെ കാര്യം എന്താണ്? സലൈവറി ഗ്ലാൻഡ്സിന് വാട്ടർ ഇല്ലാതെ എന്തുണ്ടാക്കാൻ പറ്റില്ല? ഈ പറയുന്ന സലൈവ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ സലൈവയിലെ ഘടകങ്ങൾ ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? സലൈവ. സലൈവയിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ലൈസോസൈം എന്ന് പറഞ്ഞാൽ ഒരു എൻസൈമാണ്. എന്തിനാ സഹായിക്കുന്നത്? ഫോറിൻ ബോഡീസിനെ നശിപ്പിക്കാനാണ് സഹായിക്കുന്നത്. വായുവിലേക്ക് വല്ല ബാക്ടീരിയയോ ഫംഗസോ അങ്ങനെ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ നശിപ്പിക്കാനാണ് സഹായിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ വായ്ക്കകത്തൊക്കെ എന്ത് വന്നേനായിരുന്നു? ചൊറിയൊക്കെ വന്നേനായിരുന്നു. നിങ്ങൾ എന്തോ ചെയ്യും? ബ്രെഡൊക്കെ വീട്ടിൽ മേടിച്ചോണ്ട് വെച്ച് കഴിഞ്ഞാൽ 1-2 പൂപ്പൊക്കെ ഉള്ളെങ്കിൽ കുഴപ്പമില്ലെന്ന് എഴുതി കഴിക്കും, അല്ലയോ? ബ്രെഡ് എന്ന് പറയുന്ന സാധനം തുറന്നു വെച്ചാൽ അപ്പോഴേ പൂപ്പൽ പിടിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും എന്തായാലും 10-30 രൂപ എടുത്ത് മേടിച്ചതല്ലേ, എന്തിനാ പാഴാക്കി കളയുന്നത്? 1-2 പൂപ്പലല്ലേ ഉള്ളൂ, അതൊക്കെ അങ്ങ് സഹിക്കാം എന്ന് കരുതി എന്ത് ചെയ്യും? കഴിക്കും. ഫംഗസ് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് പറ്റിയാലും അവിടെ എന്തുണ്ടാവും? അവിടെ അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അപ്പൊ പിന്നെ വായിലെ കാര്യം പറയണ്ടല്ലോ. വായിൽ അത്രയ്ക്ക് എന്താണ്? സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണുള്ളത്. അപ്പൊ അവിടെ അവൻ പെട്ടെന്ന് എന്ത് ചെയ്യും? ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാകാത്തതിന്റെ കാര്യം പൂത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾ കഴിക്കും. അച്ചാറ്, ബ്രെഡ്, ഇങ്ങനെയുള്ള ഫംഗസ് ബാധയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വിട്ടുപോകാതെ പോയി എടുത്ത് കഴിക്കും. അതിനാണ് ടേസ്റ്റ് കൂടുതൽ എന്ന് പറയും അല്ലെ? അപ്പൊ ഇത് കഴിക്കുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാത്തതിന്റെ കാര്യം എന്താണ്? ഈ പറയുന്ന എന്ത് കാരണമാണ്? ലൈസോസൈം എൻസൈം ഉണ്ടായതുകൊണ്ട്. ഈ ഫംഗസ് ഒക്കെ അകത്തോട്ട് ചെന്നാൽ ഉടനെ അത് എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്തങ്ങ് കളയും. അല്ലെ? നമ്മൾ പല സാഹചര്യത്തിലും വൃത്തിയില്ലാത്ത ആഹാരം നമ്മൾ കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരാളുടെ ബർത്ത്ഡേക്ക് ഒരു ലഡു കൊണ്ട് തന്നു. നമ്മൾ ആരെങ്കിലും പുറത്ത് വാഷ് ബേസിന് പോയി കൈ കഴുകിയിട്ട് വന്ന് ലഡു വാങ്ങിച്ച് കഴിക്കാറില്ല. സോപ്പിട്ട് ആരും കൈ കഴുകിയിട്ട് ചോറുണ്ണാറില്ല അല്ലെ? കല്യാണ സദ്യക്കൊക്കെ ചെല്ലണം അല്ലെ? അത്രയും പേരുടെ ഇടയ്ക്കിടം തള്ളിയിട്ട് കൈ കഴുകാതാണ് പോയിരുന്ന് ഫുഡ് കഴിക്കുന്നത്. എങ്ങനെയെല്ലാം ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ചിന്തയുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ ഉള്ളിലേക്ക് എത്തുന്ന രോഗാണുക്കളെ കൊല്ലണം. കൊല്ലുന്നത് ആരാണ്? ലൈസോസൈം എൻസൈമാണ്. തൊട്ടടുത്തത് സലൈവറി അമൈലേസ്. അതെന്താണ്? ഒരു ഡൈജസ്റ്റീവ് എൻസൈമാണ്. അപ്പൊ സലൈവയ്ക്കകത്തുള്ള ഡൈജസ്റ്റീവ് എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാണെന്ന് പറയണം? സലൈവറി അമൈലേസ് ആണെന്ന് പറയണം. എന്താണെന്ന് പറയണം? സലൈവറി അമൈലേസ് ആണെന്ന് പറയണം. എന്തിനാ സഹായിക്കുന്നത്? അതാണ് സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റുന്നത്? മാൾട്ടോസ് ആക്കി മാറ്റും. എല്ലാ സ്റ്റാർച്ചിനെയും പിടിച്ചാൽ മാൾട്ടോസ് ആക്കത്തില്ല. ചോറിലിരിക്കുന്ന കുറച്ച് സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റും? മാൾട്ടോസ് ആക്കി മാറ്റും. ഓക്കെ. ഇനി മ്യൂക്കസ്. മ്യൂക്കസ് എന്തിനാണ് സഹായിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ വഴുവഴുപ്പുള്ളതാക്കി പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് അല്ലെ? സ്മൂത്ത് ഫ്ലോ ഓഫ് ദ ഫുഡിനെ സ്മൂത്ത് ആയിട്ട് താഴേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്ത് സഹായിക്കുന്നത്? അതെ, മ്യൂക്കസ് സഹായിക്കുന്നത്. പിന്നെ വാട്ടർ. ലാസ്റ്റിൽ എന്താണ്? വാട്ടർ. വായയെ നനവുള്ളതാക്കി വെക്കാം. വായിൽ നനവില്ലെങ്കിൽ നിങ്ങൾ കുറെ സമയം വാ തുറന്നു പിടിച്ചിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചുണ്ടൊക്കെ പൊട്ടാൻ തുടങ്ങും. വേനൽക്കാലം ആകുമ്പോൾ ചുണ്ട് പൊട്ടുന്നതിന്റെ കാര്യം അതാണ്. എന്താണ്? നനവില്ലാതാവും. വായ്ക്കുള്ളിൽ നനവില്ലാതാകുമ്പോൾ എന്ത് ചെയ്യും? ചുണ്ടിന്റെ ഉൾഭാഗമൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? പൊട്ടാൻ തുടങ്ങും. വായ്ക്കുള്ളിൽ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. നിങ്ങൾ പഠിച്ചല്ലേ? 8ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. 8ാം ക്ലാസ്സിൽ നിങ്ങൾ അനിമൽ സെല്ലൊക്കെ പഠിച്ച സമയത്ത് എന്ത് ചെയ്തു? നിങ്ങൾ എങ്ങനെയാണ് അനിമൽ സെല്ലിനെ നിരീക്ഷിച്ചത്? മൈക്രോസ്കോപ്പിൽ വെച്ച് കണ്ടത് എങ്ങനെയാണ്? കവിളിനുള്ളിൽ നിന്നാണ് നിങ്ങൾ സെല്ല് എടുത്തത് അല്ലെ? കവിളിനുള്ളിൽ ഒരു നഖം കയറ്റിയിട്ട് പതുക്കെ വലിച്ചാൽ മതി, കുറെ സെല്ല് നമ്മുടെ കയ്യിൽ കിട്ടും. അതായത് കൈ കൊണ്ടത് തൊട്ടാൽ വരെ ഇളകി പോകുന്ന സെൽസ് ആണ് അവിടെ ഇരിക്കുന്നത് അല്ലെ? കയ്യിലൊന്നും ചൊറിഞ്ഞു കഴിഞ്ഞാൽ സെല്ല് ഇളകി വരില്ല. പക്ഷെ വായ്ക്കുള്ളിൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇളകി വരും? സെല്ല് ഇളകി വരും. അപ്പൊ ഈ സലൈവയ്ക്കകത്തുള്ള ഘടകങ്ങളെല്ലാം മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോടെ? ആയില്ലെങ്കിൽ ആയില്ലെന്ന് പറ. കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നേ? മനസ്സിലായി? അത് പറയണം. മനസ്സിലായില്ലെങ്കിൽ എടുത്ത് ചോദിക്കണം. അപ്പൊ ഇതിനെ പറ്റി ഒരു നോട്ട് അങ്ങ് എഴുതാലോ. സലൈവ ഹെഡിങ് എഴുതുന്നു. ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതിയാൽ മതി. ഓരോ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിരുന്നാൽ മതി. ലൈസോസൈം വിച്ച് ഈസ് ആൻ എൻസൈം. ലൈസോസൈം എന്ന് പറഞ്ഞാൽ ഒരു എൻസൈം ആണ്. വിച്ച് ഈസ് ആൻ എൻസൈം ഡൈജസ്റ്റ് ദ ഫോറിൻ പാർട്ടിക്കിൾ.
ഡൈജസ്റ്റ് ദ ഫോറിൻ പാർട്ടിക്കിൾ. വായ്ക്കുള്ളിലേക്ക് കടക്കുന്ന ഫോറിൻ പാർട്ടിക്കിൾ. അത് ഏതൊക്കെയാണ് ഫോറിൻ പാർട്ടിക്കിൾ എന്ന് പറയേണ്ട കാര്യമില്ല, രോഗാണുക്കളാണ് അല്ലേ, പാത്തോജൻസ് ആണ്, എല്ലാം പാത്തോജൻസ് ആണ്. അപ്പൊ അതൊന്ന് കുറിച്ച് വെക്കുക, ചെറിയ ഷോർട്ട് നോട്ടുകൾ മതി. തൊട്ടടുത്തത് സലൈവറി അമൈലേസ്. എന്താണെന്ന് എഴുതണം? ഇറ്റ് ഈസ് എ ഡൈജസ്റ്റീവ് എൻസൈം. ഇറ്റ് ഈസ് എ ഡൈജസ്റ്റീവ് എൻസൈം. സലൈവറി അമൈലേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡൈജസ്റ്റീവ് എൻസൈം which convert partially, കുറച്ചേ ആകത്തുള്ളൂ, partially starch into maltose. സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റും? മാൾട്ടോസ് ആക്കി മാറ്റും. സ്റ്റാർച്ചിനെ മാൾട്ടോസ്, MALTOSE, മാൾട്ടോസ്. സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റും? മാൾട്ടോസ് എന്ന് പറയുന്ന ഒരു പഞ്ചസാരയാക്കി മാറ്റും. അതുകൊണ്ടാണ് വായിൽ മധുരം അനുഭവപ്പെടുന്നത്. നെല്ലിക്ക ചവയ്ക്കുന്ന സമയത്ത് ആദ്യം പുളിപ്പും പിന്നെ മധുരം അനുഭവപ്പെടാനുള്ള കാര്യം അതാണ്. നെല്ലിക്കകത്തിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള സ്റ്റാർച്ചിനെ അത് എന്താക്കി മാറ്റും? ഈ പറയുന്ന മാൾട്ടോസ് ആക്കി മാറ്റും. അതുകൊണ്ടാണ് വായിൽ മധുരം അനുഭവപ്പെടുന്നത്. തൊട്ടടുത്തത് മ്യൂക്കസ്. It enables the smooth flow of the food through the digestive tract. ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൂടെ ഫുഡ് പോകുമ്പോൾ അതിനെ എന്താക്കുന്നു? സ്മൂത്ത് ആക്കുന്നു അല്ലെ? ഇറ്റ് enables the smooth flow of the food through the digestive tract. ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൂടെയുള്ള ഫുഡിന്റെ ഫ്ലോയെ എന്താക്കുന്നു? സ്മൂത്ത് ആക്കുന്നു. ഈ പാഠം വളരെ എളുപ്പമുള്ള പാഠമാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് വെച്ചും ഫുഡിന് നടക്കുന്ന മാറ്റം മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ സ്റ്റൊമക്ക് പഠിക്കും. സ്റ്റൊമക്ക് പഠിക്കും വളരെ എളുപ്പമാണ്. എല്ലാ കാര്യങ്ങളും ഈ പാഠത്തിലുള്ള മിക്കവാറും കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ്. കുറച്ച് എൻസൈമുകളുടെ പേര് പഠിക്കണം, അത് എങ്ങനെ ആക്കി മാറ്റുന്നു എന്ന് പഠിക്കണം. അത് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കി പഠിച്ചാൽ ഏത് ചോദ്യത്തിൽ നിന്ന് ചോദിച്ചാലും ഉത്തരം എഴുതാൻ പറ്റും. മനസ്സിലാക്കി പഠിക്കണം. എന്തറിഞ്ഞുണ്ടെങ്കിലും അപ്പോഴും തന്നെ എന്നോട് ചോദിക്കണം. അതൊന്നുകൂടെ പറഞ്ഞു തരാൻ പറയണം. ഓക്കെ, അപ്പൊ തൊട്ടടുത്ത് നമ്മൾ പറഞ്ഞു വാട്ടർ എന്തിനാണ് സഹായിക്കുന്നത്? വിച്ച് മോയ്സ്ചറൈസസ് ദ മൗത്ത്. മൗത്തിനെ എന്താക്കി വെക്കുന്നു? മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കുന്നു. മോയ്സ്ചറൈസേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? ക്രീമിന്റെ ഒക്കെ പരസ്യം പറയുമ്പോൾ കേട്ടിട്ടുണ്ട്. സോപ്പിന്റെയും ക്രീമിന്റെ ഒക്കെ പരസ്യം പറയുമ്പോൾ നിങ്ങളുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നു എന്ന് പറയും. മോയ്സ്ചറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്കിന്നിലെ നനവുള്ളതാക്കി വെക്കും. നനവുള്ളപ്പോൾ ഓയിൽ വരത്തില്ല, മുഖത്ത് എന്ത് വരത്തില്ല? മുഖം ഡ്രൈ ആയിട്ടൊക്കെ, ചിലരുടെ മുഖം നല്ല ഗ്ലേസിംഗ് ആയിട്ടൊക്കെ ഇരിക്കും അല്ലെ? പക്ഷെ ഓയിൽ ലുക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ആ മുഖത്തിന്റെ സ്മൂത്ത്നെസ് അങ്ങ് പോകും. ആ സ്മൂത്ത്നെസ് വരാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? മുഖം എപ്പോഴും നനവുള്ളതാക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴിയാൻ മതി. അല്ലാതെ സോപ്പ് തേച്ച് കുളിച്ചാൽ മോയ്സ്ചറൈസേഷൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സോപ്പ് അമിതമായിട്ട് മുഖത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മോയ്സ്ചറൈസേഷൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഏത് ശരീരഭാഗമായാലും സോപ്പ് അമിതമായി ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും? ആ ഭാഗത്ത് മോയ്സ്ചറൈസേഷൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മൈൽഡ് സോപ്പുകളെ ഉപയോഗിക്കാവൂ. തുണി കഴുകുന്ന സോപ്പൊന്നും ഇട്ട് എന്ത് ചെയ്യരുത്? കുളിക്കുകയൊന്നും ചെയ്യരുത്. ഓക്കെ, അപ്പൊ അടുത്ത സലൈവ. അപ്പൊ ബക്കൽ ക്യാവിറ്റിയിലുള്ള എറൗണ്ട് സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ടങ്ങിനെ പറ്റി ഒന്ന് പറഞ്ഞു തന്നെ അറിയില്ലയോ? ബക്കൽ ക്യാവിറ്റിയിലുള്ള അടുത്ത സാധനമാണ് ഇത്, ടങ്. ടങ്ങിനെ പറ്റി എഴുതിയൊന്നും നിങ്ങൾ പഠിക്കണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും. എന്താണ് ടങ് എന്ന് പറഞ്ഞാൽ? വളരെ ശരീരത്തിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അവയവമാണ് അല്ലെ ടങ്. അതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ടങ് വായി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ഇത്രയും വേഗതയിൽ ടങ്ങിന് ചലിക്കാൻ പറ്റണ്ടേ? നാക്കാർക്കെങ്കിലും കഴപ്പ് അനുഭവപ്പെടാറുണ്ടോ? നാക്കിന് എന്ത് വരാറില്ല? ഫറ്റീഗ് വരാറില്ല, കഴപ്പ് തോന്നാറില്ല അല്ലെ? ശരീരത്തിന്റെ വേറെ ഏത് ഭാഗം ഇത്തരം വേഗതയിൽ ഉപയോഗിച്ചാലും എന്ത് ചെയ്യും? നമുക്ക് ആ ഭാഗം കഴിക്കും, പക്ഷെ നാക്ക് കഴിക്കാറില്ല. അതാണ് മോസ്റ്റ് ഫ്ലെക്സിബിൾ പാർട്ടാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ന് പറയുന്നത് നാക്ക് എന്ന് പറയുന്നത്. പിന്നീട് നാക്കിൽ എന്തിരിപ്പുണ്ട്? ടേസ്റ്റ് റിസപ്റ്ററുകൾ ഇരിപ്പുണ്ട് അല്ലെ? ടേസ്റ്റ് തിരിച്ചറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ഏതൊക്കെ ടേസ്റ്റുകളാണ് നാക്ക് ഉപയോഗിച്ച് തിരിച്ചറിയാൻ കഴിയുന്ന ടേസ്റ്റുകൾ? ഒന്ന് പറഞ്ഞേ. എന്താണ്? പറയൂ. കേൾക്കുന്നില്ല, ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആദ്യമേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനത്തിന്റെ പേര് തന്നെ പറഞ്ഞു. സ്വീറ്റ് അല്ലേ? മധുരം, സ്വീറ്റ്. പിന്നീട് സാൾട്ട്, ഉപ്പ്. പിന്നെ ബിറ്റർ, കയ്പ്. സോർ അല്ലെ? പക്ഷെ എരിവ് നമുക്ക് എവിടെ കൊണ്ട് തിരിച്ചറിയാൻ കഴിയില്ല? നാക്ക് കൊണ്ട് തിരിച്ചറിയാൻ കഴിയില്ല. അത് ശരീരത്തിന്റെ എല്ലാ ഭാഗം കൊണ്ട് നമുക്ക് എന്ത് തിരിച്ചറിയാൻ പറ്റും? എരിവ് തിരിച്ചറിയാൻ പറ്റും. അതായത് നാക്കിലെ നല്ല ശരീരത്തിന്റെ ഏത് ഭാഗത്ത് എരിവ് വീണാലും നമുക്ക് എന്ത് തോന്നും? എരിവ് തോന്നും. അതുകൊണ്ടാണ് നാക്കിൽ വീഴുമ്പോഴും നമുക്ക് തോന്നുന്നത്. അല്ലാതെ നാക്കിൽ അതിന് പ്രത്യേകം എന്തില്ല? റിസപ്റ്ററുകളൊന്നും ഇല്ല അല്ലെ? അപ്പൊ ഇത് സ്വീറ്റ്, സാൾട്ട്, ബിറ്റർ,
സോർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ഉപയോഗിച്ച് തിരിച്ചറിയാൻ കഴിയും? നാക്ക് ഉപയോഗിച്ച് തിരിച്ചറിയാൻ കഴിയും. ഇനി നാക്കിൽ ഇതിന്റെ റിസപ്റ്ററുകൾ എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മിക്സഡ് ആയിട്ട് ഇരിക്കുകയല്ല, സാൾട്ടിന്റെ ഇടയ്ക്ക് സോർ അങ്ങനെയൊന്നും കയറി ഇരിക്കുകയല്ല. നാക്കില് ഏറ്റവും മുന്നിൽ നിങ്ങളുടെ നാക്കിന്റെ ടിപ്പ് ഉണ്ടല്ലോ, ആ നാക്കിന്റെ ടിപ്പിൽ ഇരിക്കുന്നത് സ്വീറ്റ് തിരിച്ചറിയാനുള്ളതാണ്. നാക്കിന്റെ ടിപ്പിൽ ഏറ്റവും ടിപ്പിൽ ഇരിക്കുന്നത് സ്വീറ്റ് തിരിച്ചറിയാനുള്ള റിസപ്റ്ററാണ്. തൊട്ടുള്ളിലായിട്ട് രണ്ട് സൈഡിൽ, നാക്കിന്റെ രണ്ട് സൈഡുകളിൽ ഇരിക്കുന്നത് എന്ത് തിരിച്ചറിയാനുള്ളതാണ്? സോറ് തിരിച്ചറിയാനുള്ളതാണ്. ഏതാണ്? സോറ് തിരിച്ചറിയാനുള്ളതാണ്. നാക്കിന് രണ്ട് സൈഡിലായിട്ടിരിക്കുന്നത്. നാക്കിന് നടുക്കായിട്ടിരിക്കുന്നത് സാൾട്ട് തിരിച്ചറിയാനുള്ളതാണ്. സാൾട്ട് തിരിച്ചറിയാനുള്ള റിസപ്റ്റർ എവിടെ ഇരിക്കുന്നത്? നാക്കിന്റെ നടുക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നാക്കിന്റെ ഏറ്റവും ഉള്ളിൽ കാണുന്ന റിസപ്റ്റർ എന്ത് തിരിച്ചറിയാനുള്ളതാണ്? ബിറ്റർ തിരിച്ചറിയാനുള്ളതാണ്, കയ്പ് തിരിച്ചറിയാനുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കയ്പ് അനുഭവപ്പെടുന്നത് ഉള്ളിലാണ്, നാക്കിന്റെ തുമ്പത്തല്ല കയ്പ് അനുഭവപ്പെടുന്നത്. നിങ്ങളൊരു കഷ്ണ പാവയ്ക്കോ എന്തെങ്കിലും എടുത്ത് വെച്ച് നാക്കിന്റെ അറ്റത്തൊന്ന് വെച്ച് നോക്കണം, നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അത് കയ്പാണെന്ന് അറിയാൻ പറ്റില്ല. നിങ്ങൾ ആദ്യമേ അത് ഉമിനീരുമായിട്ട് കലക്കി ഇച്ചിരി അകത്തോട്ട് പോകുമ്പോഴേ നിങ്ങൾക്ക് എന്തറിയത്തുള്ളൂ? കയ്പ് അറിയത്തുള്ളൂ. അതിന് കാരണം അതാണ്, ഈ കയ്പ് തിരിച്ചറിയാനുള്ള റിസപ്റ്ററുകൾ ഇരിക്കുന്നത് നാക്കിന്റെ ഏറ്റവും ഉൾഭാഗത്താണ്, അകത്താണ് ഇരിക്കുന്നത്, അല്ലെ? അതുപോലെ നാക്ക് ക്ലീൻ ചെയ്യുന്ന കാര്യം, നാക്ക് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ എന്തോ ഉപയോഗിച്ചാ നമ്മള് പരമാവധി നാക്ക് ചുമന്നിരിക്കാൻ വേണ്ടിട്ട് എന്തോ ചെയ്യും? വളരെ മൂർച്ചയേറിയ സാധനങ്ങൾ കൊണ്ട് എന്തോ ചെയ്യും? നാക്ക് ക്ലീൻ ചെയ്യും. അത് പക്ഷേ ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നാക്കിലെ ടേസ്റ്റ് റിസപ്റ്ററുകളുടെ സെൻസിറ്റിവിറ്റി കുറയും. അതായത് നിങ്ങൾക്ക് പിന്നീട് ഭാവി ഒരുപാട് പ്രായമൊക്കെ എത്തുമ്പോൾ എന്ത് തിരിച്ചറിയാൻ പറ്റില്ല? ടേസ്റ്റ് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോകും, അല്ലെ? വലിയ എന്താണ് പാര പോലെ ഇരിക്കുന്ന ടങ് ക്ലീനർ ഒക്കെ ഇട്ടായിരിക്കും താഴോട്ടിട്ട് വലിക്കുന്നത്. വലിക്കുമ്പോൾ എന്തോ ഇത് പൊട്ടും, ചിലപ്പോൾ ചോരയൊക്കെ വരും, എന്നാലും മൈൻഡ് ചെയ്തില്ല. എന്തോ നാക്കെല്ലോടെ ചുമന്നിരിക്കണം എന്ന് പറഞ്ഞ് എന്തോ ചെയ്യും? നാക്കിലിട്ട് ഇങ്ങനെ വലിക്കും. വലിച്ച് എല്ലാം പൊട്ടിപ്പോയതാണ്. സ്വീറ്റും സാൾട്ടും ബിറ്റർ അറിയുന്ന പൊട്ടൂല, അത്ര അകത്തോട്ട് കയറ്റൂലല്ലോ, അതുകൊണ്ട് പൊട്ടൂല. ഈ സോറും ഒക്കെ തിരിച്ചറിയുന്നത് അങ്ങ് പോകും. പിന്നെ മധുരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് കിട്ടത്തില്ല, മധുരത്തിൻ്റെതായ ഒരു ഫീലിംഗ് കിട്ടത്തില്ല. നമുക്ക് അറിയാൻ പോലും പറ്റില്ല നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളത്. നമ്മൾ പണ്ടേ അത് അറിഞ്ഞു വെച്ചേക്കുന്നുണ്ട്, ഉണ്ട് മധുരം ഉണ്ട് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഈ ടേസ്റ്റ് തിരിച്ചറിയാനുള്ള കഴിവ് പോകുന്നത് എന്തോയിട്ടാ? ഈ ഇതിട്ട് വലിക്കുന്നത് കൊണ്ടാ. പരമാവധി എന്തുകൊണ്ട് തന്നെ നാക്ക് വൃത്തിയാക്കാൻ ശ്രമിക്കണം? ബ്രഷ് കൊണ്ട്, നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന ബ്രഷ് കൊണ്ട് തന്നെ നാക്ക് ക്ലീൻ ചെയ്താൽ മതി. അല്ലാതെ പ്രത്യേകിച്ച് വലിയ കമ്പിപ്പാരൊന്നും മേടിച്ചു വെച്ച് എന്ത് മേടിക്കേണ്ട, നാക്ക് മേടിക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ അതാണ് നമുക്ക് ടങ്ങിനെ പറ്റി പറയാനുള്ളത്, അല്ലേടെ? അപ്പോ ബക്കൽ ക്യാവിറ്റി ഏതാണ്ട് തീർന്നു, അല്ലെ? ബക്കൽ ക്യാവിറ്റിയുടെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ഒരു കാര്യമുണ്ട്, എന്താണ്? പെല്ലറ്റ്, അല്ലെ? അണ്ണാക്ക് എന്ന് പറയും നമ്മള്, ശരിയല്ലേ? മുകളിലുള്ള ഭാഗം നല്ല കട്ടിയായിട്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതാണ് എന്ത്? പെല്ലറ്റ് എന്തെന്ന് പറയും? ഇംഗ്ലീഷിൽ എന്തെന്ന് പറയും? പെല്ലറ്റ് അല്ലെങ്കിൽ അണ്ണാക്ക് എന്ന് പറയും. ഇത് എന്തിനാ സഹായിക്കുന്നത്? നിങ്ങൾ ചോറ് ഉരുളകളാക്കി വായിലിട്ടാൽ അതിനെ കറക്റ്റ് ഒരു ഷേപ്പിലോട്ട്, ഇറങ്ങിപ്പാനുള്ള ഒരു ഷേപ്പിലോട്ട് മാറ്റാൻ സഹായിക്കുന്നത് ആരാണ്? ഈ പറയുന്ന അണ്ണാക്കാണ്. അതിനകത്ത് ഇഷ്ടം പോലെ നിങ്ങൾ തൊട്ട് നോക്കിയാൽ മതി. ഇപ്പൊ എന്തുകൊണ്ടാ? പിന്നീട് എന്ത് ചെയ്താൽ മതി? തൊട്ട് നോക്കിയാൽ മതി. ഇങ്ങനെ മുകളിൽ എന്തുണ്ട്? ചെറിയ ചെറിയ പാളിയായിട്ടാണ് അതിരിക്കുന്നത്, അല്ലെ? ചെറിയ ഡിപ്രഷൻസ് ഒക്കെ അതിനകത്തുണ്ട്. അതിൽ വെച്ചിട്ട് നല്ലതുപോലെ ഗ്രിപ്പായിട്ട് എന്ത് ചെയ്യും? ഈ ഫുഡിനെ അരച്ച് റെഡിയാക്കി അവിടെ വെച്ചിട്ടാണ് ഒരു ഷേപ്പ് കൊടുക്കുന്നത്, താഴോട്ട് പോകാനുള്ള ഒരു ഷേപ്പ് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ബക്കൽ ക്യാവിറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മനസ്സിലായോ? മനസ്സിലായി. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് താഴോട്ട് പോകണം, അല്ലെ? ഫുഡ് താഴോട്ട് പോകണം. അപ്പൊ നമ്മുടെ ഈ ഒരു ഭാഗത്തെ പറയുന്ന പേരാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫാരിങ്സ്. എന്തെന്ന് പറയുമ്പോൾ നിങ്ങളെ ഫാരിങ്സിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ. PHARYX. കണ്ടോ? പറയുന്നതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്പെല്ലിംഗാ. ഫാരിങ്സ് എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, സോറി NX, ഫാരിങ്സ്. കണ്ടോടെ? ഇങ്ങനെയാണ് ഫാരിങ്സ് എന്ന് എഴുതുന്നത്. ഓക്കെ, അത് ഏത് ഭാഗമാണ്? നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഗ്രസനി എന്ന് പറയും. ഗ്രസനി ഈ ഭാഗം, അതായത് നമ്മുടെ നേസൽ ക്യാവിറ്റിയിലൂടെ വരുന്ന ട്യൂബും ഫുഡ്, അതായത് ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് വരുന്ന ഫുഡിന്റെ ട്യൂബും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് ഇവിടെ ഈ പറയുന്ന ഫാരിങ്സ്. അപ്പൊ അവിടെ വലിയൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്, അല്ലെ? അവിടെ എത്ര ട്യൂബുകളുണ്ട്? 4 വഴികളുണ്ട്. ആലോചിച്ച് നോക്ക്. മൂക്കിൽ നിന്ന് അവിടം വരെ വരുന്ന ഒരു വഴി, വായിൽ നിന്ന് ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് അവിടം വരെ വരുന്ന ഒരു വഴി, പിന്നെ ഈ വായിൽ നിന്ന് വരുന്ന ട്യൂബ് താഴോട്ട് പോകുന്ന ഒരു വഴി, മൂക്കിൽ നിന്ന് വരുന്ന ട്യൂബ് നമ്മുടെ ലങ്സിലേക്ക് പോകുന്ന ഒരു വഴി. അങ്ങനെ 4 വഴികളുണ്ട്, അല്ലെ? ഇവിടുത്തെ ട്രാഫിക് അപ്പൊ നിയന്ത്രിക്കണ്ടേ? കൂട്ടിമുട്ടി വഴി തെറ്റിയൊക്കെ ആളുകൾ പോയി കഴിഞ്ഞാൽ മരിച്ചു പോകും. കഴിഞ്ഞ വർഷം തന്നെ 2018 തോന്നുന്നു, നിങ്ങൾ വായിച്ചില്ലേ? ഒരു ഡോക്ടർ എന്താണ് ചോറ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഹോട്ടലിൽ എങ്ങാണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒന്ന് സംസാരിച്ചു.
സംസാരിച്ചോ ചിരിക്കുകയോ എന്തോ ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ഫുഡ് അറിയാതെ ഏതിലൂടെ? നമ്മുടെ എയർ പൈപ്പിലൂടെ. വിൻഡ് പൈപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്, വിൻഡ് പൈപ്പ്, അല്ലെങ്കിൽ ട്രക്കിയ എന്ന് പറയും. സയന്റിഫിക്കലി ട്രക്കിയ എന്ന് പറയും. ഈ ട്രക്കിയയിലൂടെ അങ്ങ് ലങ്സിൽ ചെന്നു. പുള്ളിയുടെ ലങ്സിൽ കിടന്ന് ചുമച്ച് അദ്ദേഹം മരിച്ചുപോയി. ലങ്സ് പൊട്ടിപ്പോകും. അത്രയും വലിയൊരു സാധനമൊക്കെ ഒരു ചോറിന്റെ ഒരു തരിയെങ്ങാനും പോയി ലങ്സ് വരെ പോയി കഴിഞ്ഞാൽ അത് ചെന്ന് അവിടെ പറ്റിയിരുന്നിട്ട് എന്ത് ചെയ്യും? ചത്തു, നമ്മള് മരിച്ചു പോകും. കാരണം ലങ്സ് അത്രയ്ക്ക് നേരത്തെ ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അതിന്റെ ഇത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ ഫുഡ് അങ്ങനെ കൃത്യമായിട്ട് ഫുഡിന്റെ പൈപ്പിൽ കൂടെ പോകുന്നു, എയർ അങ്ങനെ കൃത്യമായിട്ട് എയറിന്റെ പൈപ്പിൽ കൂടെ പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ കഴുത്തിൽ തൊട്ടിട്ട് ഇവിടെ തൊട്ട് പോയി കഴിഞ്ഞാൽ ഒരു പൈപ്പ് നിങ്ങൾക്ക് കാണാം. ശരിയല്ലേ? ശരിയല്ലേ? ആൺകുട്ടികളാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഈ പൈപ്പിൽ ഈ ഒരു ഭാഗത്ത് തൊട്ട് നോക്കുന്ന സമയത്ത് വലിയൊരു വീർത്തിരിക്കും. ആ പൈപ്പ് വീർത്തിരിക്കും. അത് വേറെ ഒന്നുമല്ല, അവിടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ആ തൈറോയ്ഡ് ഗ്ലാൻഡിലാണ് നിങ്ങൾ തൊടുന്നത്. അല്ലാതെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നോക്കിയ ഒരു ട്യൂബ് ഇരിപ്പുണ്ട് ഇവിടെ. ആ ട്യൂബിലൂടെയാണ് ആ ഫുഡ് പോകുന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്ന ട്യൂബിൽ കൂടെയാണ് ഫുഡ് പോകുന്നത്? അല്ല, ഒരിക്കലും ഈ ട്യൂബിൽ കൂടെ അല്ല ഫുഡ് പോകുന്നത്. നിങ്ങളിപ്പോ സംസാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഇവിടെ ഒന്ന് പിടിച്ചു നോക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ ട്യൂബ് ആയിരിക്കും. ശരിയല്ലേ? ഏറ്റവും കൂടുതൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ ട്യൂബ് ആയിരിക്കും. അപ്പൊ ഇതുവഴി വരുന്നത് എയർ ആണ്. ഇതുവഴി വരുന്നത് എന്താണ്? എയർ ആണ്. അപ്പൊ എയർ പൈപ്പാണ് ഈ മുൻഭാഗത്ത് കാണുന്നത്. ഈ മുൻഭാഗത്ത് കാണുന്നത് എന്താണ്? വിൻഡ് പൈപ്പ്. കാരണം ഇത് ട്രക്കിയാണ്, താഴോട്ട് പോകുന്നത് ട്രക്കിയാണ്. ഇതിന്റെ പിന്നിലാണ് എന്തിരിക്കുന്നത്? ഫുഡ് പൈപ്പ് ഇരിക്കുന്നത്. ഫുഡ് പൈപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ഈസോഫാഗസ്. എന്താണ്? ഈസോഫാഗസ്. ഈ ഫാരിങ്സ് പറഞ്ഞതുപോലെ അത് പറയുന്നത് പോലെ അല്ല സ്പെല്ലിങ്. ഈസോഫാഗസിന് പകരം നിങ്ങൾ ഒയീസോഫാഗസ് എന്ന് പറയേണ്ടി വരും. OESO ഫാഗസ് അങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു പഠിക്കുമ്പോൾ എങ്ങനെ പഠിച്ചാൽ മതി? ഒയീസോഫാഗസ് എന്ന് പറഞ്ഞു പഠിച്ചാൽ മതി. OESOFAGS. ആദ്യമേ O എഴുതണം, എന്നിട്ടാണ് ഈസോഫാഗസ് എന്ന് എഴുതുന്നത്. OESOFAGS. കണ്ടോ? ഇതാണ് ഈസോഫാഗസിന്റെ സ്പെല്ലിംഗ്. ഓക്കെ. അപ്പൊ ഈസോഫാഗസ് ഈ വിൻഡ് പൈപ്പിന്റെ ബാക്കിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ കഴിക്കുന്ന ഫുഡ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങോട്ടും ഇറങ്ങാം, ഇങ്ങോട്ടും ഇറങ്ങാം. മൂന്നാമതൊരു കേസ് ഉള്ളത്, ഇതൊന്നുകിൽ മൂക്കിൽ കൂടെ വരാം, തിരിച്ച് ഇവിടെ എത്തിയിട്ട് എയർ അപ്പൊ വെളിയിലോട്ട് തള്ളി വിടുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഒരുപക്ഷെ അറിയാതെ എന്തിലൂടെ വരാം? മൂക്കിലൂടെ വെളിയിൽ ഇറങ്ങി വരാം. അങ്ങനെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടല്ലേ? വെള്ളം ഇങ്ങനെ പൊക്കി ഒഴിച്ച് കുടിക്കാൻ അറിഞ്ഞുവിടാത്തവര് വെള്ളം പൊക്കി ഒഴിച്ച് കുടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നല്ല ജ്യൂസ് ഒക്കെ ആണെങ്കിൽ, അപ്പൊ പച്ചവെള്ളം കുടിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കില്ല. പച്ചവെള്ളം നമ്മൾ പതുക്കെ ഇറക്കത്തുള്ളതുകൊണ്ട് ജ്യൂസ് ഒക്കെ ആകുമ്പോൾ ടേസ്റ്റ് തോന്നുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? പെട്ടെന്ന് ഇറക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ചുമ വന്നിട്ട് ഇതടിച്ച് മൂക്കി കുടിഞ്ഞു വെളി വരും. ജ്യൂസ് എന്ത് ചെയ്യും? മൂക്കി കുടിഞ്ഞു പുറത്തു വരുന്നതാണ്. അതങ്ങനെ സംഭവിക്കുന്നതാണ്. എന്താണ്? ഇതുവഴി പോകുന്ന താഴോട്ട് പോകേണ്ട വെള്ളം എന്ത് ചെയ്യുന്നു? ഇവിടെ എത്തിയിട്ട് തിരിച്ച് ഇതിലെ ഇറങ്ങി വരും. അതായത് ഞാൻ ഇവിടെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ കുഴലുകൾ മാത്രമേ ഇവിടെ വരയ്ക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പടമൊന്നും വരയ്ക്കണ്ട. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പടമൊന്നും വരയ്ക്കണ്ട. ആ കുഴലുകൾ ഞാൻ നിങ്ങളുടെ മനസ്സിലാക്കി വേണ്ടിയിട്ട് എന്ത് പറയുന്നു? ആ കുഴലുകൾ മാത്രം ഇവിടെ വരയ്ക്കുന്നു. ഇവിടെ എന്തുണ്ട്? ഒരു മനുഷ്യന്റെ മൂക്ക് ഇവിടെ ഇരിക്കുന്നു, വായ ഇവിടെ ഇരിക്കുന്നു, അല്ലെ? ഇതൊരാള് കണ്ടാൽ തോന്നൂല്ലെങ്കിലും ഇതൊരാളാണ്. അപ്പൊ ഇവിടുന്ന് എന്ത് വരുന്നു? ഒരു ട്യൂബ് താണ്ട ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ വരുമ്പോ ഇച്ചിരി വലിപ്പം കൂടും കേട്ടോ. ഈ ട്യൂബിന് ഇതിന്റെ വലിപ്പം ഇങ്ങനെ വരികയാണ്, അല്ലേടെ? ഇങ്ങനെ ഇവിടം വരെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? നിൽക്കുന്നു. ആ ട്യൂബ് അവിടെ നിൽക്കുന്നു. ഈ ട്യൂബ് അവിടെ നിൽക്കുന്നു. ഇവിടെ വന്നിട്ട് നിൽക്കുന്നു. ഇവിടെയാണ് എന്തിരിക്കുന്നത്? ഈ പറയുന്ന എന്തിരിക്കുന്നത്? ഫാരിങ്സ് ഇരിക്കുന്നല്ലേ? ഈ ആളിന്റെ കഴുത്ത് താണ്ടേ? ഇവിടെയാണ് ഇയാളുടെ കഴുത്ത്. ഇവിടാണ് കഴുത്ത്. വേണ്ടേ? ഇയാളുടെ കഴുത്ത്. അപ്പൊ ഇവിടെയാണ് എന്തിരിക്കുന്നത്? ഫാരിങ്സ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഈ വായിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? മറ്റൊരു ട്യൂബ് വരുന്നുണ്ട്. ഇവിടെ ബക്കൽ ക്യാവിറ്റി. ഇവിടുന്നാണ് ഇങ്ങനെ ഒരു ട്യൂബ് താഴേക്ക് വരുന്നുണ്ട്, അല്ലെ? ഇതാണ് ഫുഡ് പോകേണ്ട ട്യൂബ്. ഇത് വിൻഡ് പോകേണ്ട ട്യൂബ്. ഓക്കെ. ഇപ്പൊ ഞാൻ ഇതിനെ തമ്മിൽ എന്ത് ചെയ്തിട്ടില്ല? ഒന്നിനെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ല. എയർ പോകേണ്ടതാണ്ട് ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെയാണ് കയറി പോകേണ്ടത്. രണ്ടും ഒരുമിച്ചിരിക്കുകയാണ്. ഓക്കെ. ഇവിടുന്ന് എയർ വന്നിട്ട് എങ്ങനെയാ പോകേണ്ടത്? ഇങ്ങോട്ടാണ് പോകേണ്ടത്. ശരിയല്ലേ? ഇങ്ങോട്ടാണ് ഇറങ്ങി പോകേണ്ടത്. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ എയർ ഇങ്ങനെ വന്നിട്ട് എങ്ങോട്ട് പോകണം? ഇങ്ങോട്ട് ഇറങ്ങി പോകണം, മുന്നിലൂടെ പോകണം. ഫുഡ് ഇതുവഴി ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യണം? ഇതിലൂടെ ഇത് താഴെ പോകണം. ശരിയല്ലേ?
അപ്പൊ ഇങ്ങനെ വരണം. ഇവിടെ ഈസോഫാഗസ്, ഇത് ഈസോഫാഗസ് അല്ലെങ്കിൽ ഒയീസോഫാഗസ് എന്ന് നിങ്ങൾ വായിക്കണം അല്ലെ. ഈസോഫാഗസ്, ഇത് നേസൽ വിൻഡ്, നേസൽ ക്യാവിറ്റി, നോസിൽ നിന്ന് വരുന്ന പൈപ്പ് നേസൽ ക്യാവിറ്റി. ഇതെന്താണ്? വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയ. ഞാൻ ഒരു തെളിയുന്ന മാർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു മിനിറ്റ്. അപ്പൊ കിട്ടി. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. എന്താണ് നമ്മൾ പറഞ്ഞത്? ഇതാണ് ഈസോഫാഗസ്, ഇതാണ് ട്രക്കിയ. ഇപ്പൊ നല്ലതുപോലെ കാണാൻ പറ്റുന്നില്ല ഇവിടെ. മറ്റേത് നല്ല തെളിച്ചയില്ലായിരുന്നു. വേണ്ട. ഇതാ പൈപ്പ്, ഇത് നേസൽ ക്യാവിറ്റിയിൽ നിന്നുള്ള പൈപ്പ്, ഇത് ബക്കൽ ക്യാവിറ്റിയിൽ നിന്നുള്ള പൈപ്പ്. ഇവിടെ എന്തുണ്ട്? വിൻഡ് പൈപ്പ് താഴേക്ക്, ട്രക്കിയ അല്ലെങ്കിൽ വിൻഡ് പൈപ്പ്. ഇതിനെയാണ് വിൻഡ് പൈപ്പ് എന്ന് പറയുന്നത്. എന്താണ്? വിൻഡ് പൈപ്പ്. ഇതിന്റെ ബാക്കിലായിട്ട് എന്തുണ്ട്? ഈസോഫാഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഫുഡ് പൈപ്പ് എന്നേ പഠിക്കും. ഇപ്പൊ നിങ്ങൾ അതിന്റെ പേര് പഠിക്കുന്നത് എന്താണ്? ഈസോഫാഗസ്. ഇത് ഫുഡ് പൈപ്പ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. ശരിയല്ലേ? അപ്പൊ ഇവിടുന്ന് എങ്ങനെയാണ് കൃത്യമായിട്ട് ഈ ഫുഡ് ഇങ്ങോട്ടേക്കും വിൻഡ് ഇങ്ങോട്ടേക്കും കയറി പോകുന്നത്? ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ രണ്ട് സാധനങ്ങളാണ് നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വായ്ക്കുള്ളിലേക്ക് ഒരു ടോർച്ച് അടിച്ച് നോക്കിയാൽ താഴോട്ട് ഇങ്ങനെ സാധനം തൂങ്ങി കിടക്കുന്നതാണ്. ശരിയല്ലേ? നിങ്ങൾ അതിനെ ചെറുനാക്ക് എന്ന് പറയും. ചെറുനാക്ക്, കുഞ്ഞുനാക്ക് എന്നൊക്കെ പറഞ്ഞ് പലരും പല രീതിയിലാണ് പറയുന്നത്. ചെറുനാക്ക് എന്ന് പറയും. ആ ചെറുനാക്കിനെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് എപ്പിഗ്ലോട്ടിസ്. എന്താണ്? മക്കളെ ഒരു സെക്കൻഡ് നോക്കിക്കോട്ടെ. സോറി, നിങ്ങളെ അതിനെ പറയുന്ന പേരാണ് ഉവ്യൂള. എന്താണ്? ഉവ്യൂള. ചെറുനാക്ക് അല്ലെങ്കിൽ ഉവ്യൂള എന്ന് പറയും. എന്തെന്ന് പറയും? ഉവ്യൂള. ഉവ്യൂള. ഇവിടെയാണ് ഈ ചെറുനാക്ക് ഇരിക്കുന്നത്. അതാണ് ഇങ്ങനെ തൂങ്ങിയാണ് ഇത് കിടക്കുന്നത്. അപ്പോഴേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഫുഡ് താണ്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അതാണ് ഇവിടെയാണ് ഈ എന്ത് കിടക്കുന്നത്? ചെറുനാക്ക് ഇങ്ങനെ കിടക്കുന്നത്, ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഈ ഫുഡ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ഉരുള ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ചെറുനാക്കിൽ തള്ള അങ്ങോട്ട് തള്ളത്തില്ലയോ? തള്ളു. അപ്പൊ ഈ ചെറുനാക്ക് പതുക്കെ എന്തോ ഇങ്ങോട്ട് നീങ്ങി ഇവിടെ അങ്ങ് അടയും. കണ്ടോ? അപ്പൊ ഫുഡ് ഇവിടുന്നാണ്ട് ഇങ്ങോട്ടേക്ക് പോയി. ഫുഡ് അവിടെ അങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് മാത്രമല്ല, അപ്പോഴും ഉണ്ട് രണ്ട് പോർഷൻ. ഇങ്ങോട്ടും വരാം, ഇങ്ങോട്ടും വരാം ഫുഡിന് അല്ലെ. ഈ ഫ്രണ്ടിലത്തെ ട്രക്കിയിലോട്ട് വരാം, ഇങ്ങോട്ടും വരാം. ഫുഡ് ഇങ്ങോട്ട് വന്ന് തള്ളുന്നത് ഇവിടെയാണ്. തള്ളുന്ന സമയത്ത് ഉവ്യൂള പോയി അടഞ്ഞു. നേസൽ ക്യാവിറ്റിയിൽ നിന്ന് എയർ വരുന്നില്ലെന്ന് ഉറപ്പായി. നേസൽ ക്യാവിറ്റിയിൽ നിന്ന് ഒരിക്കലും പിന്നെ എയർ ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ട് ഇവിടെ അടഞ്ഞു കഴിഞ്ഞു, ഇവിടെ അടഞ്ഞു പോയി. പിന്നും ഫുഡിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഈ കുഴിയിലൂടെ ഈ ഒരു ഡിപ്രഷനിലൂടെ എന്ത് ചെയ്യാം, ട്രക്കിയിലോട്ട് പോവാം, അല്ലെങ്കിൽ ഫുഡ് പൈപ്പിലൂടെ പോവാം. അപ്പൊ ഇവിടെ മറ്റൊരു സാധനം ഇരിപ്പുണ്ട്. അതിന്റെ പേരാണ് എപ്പിഗ്ലോട്ടിസ്. അതാണ് ചെറുനാക്ക് പോലെ തന്നെ ഒരു അടപ്പാണ്. ഇവിടെ ഇരിപ്പുണ്ട്. ഇതിന്റെ പേരാണ് എന്ത്? എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ്. ഇത് ഈ ചോറുരുള വരുന്ന സമയത്ത് ഒരിക്കൽ എപ്പിഗ്ലോട്ടിസ് പോയി വിൻഡ് പൈപ്പിനെ അടച്ചു വെക്കുകയല്ല ചെയ്യുന്നത്. വിൻഡ് പൈപ്പ് പൊങ്ങിപ്പോയങ്ങ് അടയുക ചെയ്യുന്നത്. വിൻഡ് പൈപ്പ് എന്ത് ചെയ്യും? ഇവിടുന്ന് താഴെ നീങ്ങി മുകളിലോട്ടങ്ങ് പൊങ്ങും. പൊങ്ങുമ്പോ പോയി ഏത് അടപ്പി തട്ടിയങ്ങ് അടയും? ഈ പറയുന്ന എപ്പിഗ്ലോട്ടിസ് തട്ടിയങ്ങ് അടയും. കാരണം ഇതിനെ ഞാൻ കുറച്ച് എല്ലാം ചെയ്ത് ഇങ്ങോട്ട് വരച്ച് ഇവിടെ വരച്ചാൽ കാണാമോ നിങ്ങൾക്ക്? കാണാൻ വേണ്ടി അപ്പൊ ഇവിടെ ഇരിക്കുന്ന വിൻഡ് പൈപ്പ്, ഇവിടെ ഇരിക്കുന്ന ഫുഡ് പൈപ്പ്, ഇവിടെയാണ് എന്തിരിക്കുന്നത്? ഈ പറയുന്ന എപ്പിഗ്ലോട്ടിസ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു അടപ്പ് പോലെ ഇവിടെ ഇരിക്കുകയാണ് എപ്പിഗ്ലോട്ടിസ്. ഇവിടുന്ന് ഫുഡ് താണ്ടി ഇങ്ങോട്ട് വരുന്ന സമയത്തെ ഇവിടെ എത്തുന്ന സമയത്ത് ഈ സാധനം പൊങ്ങിപ്പോയി എവിടെ പോയി അറ്റാച്ച് ആവും? ഈ എപ്പിഗ്ലോട്ടിസിൽ പോയി അറ്റാച്ച് ആവും. അപ്പൊ പിന്നെ ഫുഡ് താണ്ട് അവിടെ നിന്ന് കറങ്ങി ഇങ്ങോട്ട് വരില്ല, പകരം ഇങ്ങോട്ടേ പോകത്തുള്ളൂ. കണ്ടാ? അപ്പൊ ഇവിടെയുണ്ട് ഒരു പ്രശ്നം. എന്താണ്? ഇത് പൊങ്ങി പോകണം. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഇപ്പൊ തന്നെ ഈ തൊണ്ടയിൽ പിടിച്ചോണ്ടേ കുറച്ച് തുപ്പലങ്ങ് ഇറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഈ പൈപ്പ് പൊങ്ങിപ്പോയി മേളിൽ ഇടിക്കുന്നത്. ഇങ്ങനെ ഇറക്കുന്ന സമയത്തെ നിങ്ങൾ ഒരു ശകല ഉമിനീര് വായിൽ നിറച്ചിട്ട് അങ്ങോട്ട് ഇറക്കാൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വിൻഡ് പൈപ്പ് എന്തോ ചെയ്യും? മുകളിൽ പോയിട്ട് എന്ത് ചെയ്യും? മുകളിലോട്ട് കയറി വരുന്നത് കാണാം അല്ലേ?
ഇവിടെ ഇങ്ങനെ ഒന്ന് സങ്കോചിച്ചിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ മുകളിലോട്ട് കയറി വരുന്നതാണ്. ഞെക്കിയൊന്നും പിടിക്കരുത്, ചത്തു. ഇങ്ങനെ കയറി വരാൻ നിൽക്കുമ്പോ എന്താ കയറി പോകണ്ട, അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കാന്ന് കരുതി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചുമയ്ക്കും. ഈ ഉമിനീര് എങ്ങോട്ടങ്ങ് ഇറങ്ങിപ്പോവും, ട്രക്കിയിലോട്ട് ഇറങ്ങിപ്പോവും. ട്രക്കിയിലോട്ട് ഇറങ്ങിപ്പോയാൽ ചുമക്കത്തേ ഉള്ളൂ. ചോരം കാണുക പോകുന്നെങ്കിൽ ചത്തു. ഉമിനീരൊക്കെ ആയാൽ നമുക്ക് ഇനി തിരിച്ച് തുപ്പിക്കളയാൻ പറ്റും. ചുമച്ച് എന്ത് ചെയ്യും, ഇനി വെളിയിൽ പോകും. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഞെക്കിയൊന്നും പിടിക്കരുത്. ഫുഡ് ഇറങ്ങി പോകുന്ന സമയത്ത് പരീക്ഷണം ചെയ്യാൻ സാറ് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇത് പിടിച്ച് താക്കാനൊന്നും ശ്രമിക്കരുത്. ഇങ്ങനെ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, വിൻഡ് പൈപ്പ് പൊങ്ങിപ്പോയി എവിടെ അടഞ്ഞെങ്കിരിക്കും, എപ്പിഗ്ലോട്ടിസ് പോയി അടഞ്ഞെങ്കിരിക്കും. എപ്പിഗ്ലോട്ടിസിനെ മലയാളത്തിൽ പറയുന്ന പേരാണ് ക്ലോമപിതാനം. എന്താണ് കുഞ്ഞുങ്ങളെ? ക്ലോമപിതാനം എന്ന് പറയും. ക്ലോമപിതാനം. ഉവ്യൂളെ പറയുന്നത് ചെറുനാൾ അല്ലെ, ചെറുനാൾ. അപ്പൊ ഫുഡ് ഇവിടുന്ന് ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതാണ്? ഇത് ബക്കൽ ക്യാവിറ്റി ആട്ടോ, ഞാൻ ഇത്ര ചെറുതാക്കി വരച്ചെന്ന് വിചാരിച്ചത് ബക്കൽ ക്യാവിറ്റിയാണ്. അപ്പൊ ഈ ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് ഫുഡ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യും, ചെറുനാക്കിനെ തള്ളിക്കൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. അപ്പൊ ചെറുനാക്ക് പോയി എവിടെ അടയും? നേസൽ ക്യാവിറ്റിയിൽ വരുന്ന ട്യൂബ് അങ്ങ് അടയും. ഈ അടയുന്ന സമയത്ത് ഒരു കാര്യം ഒഴിവാകും, എന്താണ്? തിരിച്ചു മൂക്കിൽ കൂടെ വരില്ല. ഫുഡ് എന്ത് ചെയ്യത്തില്ല, തിരിച്ചു മൂക്കിൽ കൂടെ വരില്ല. ചില സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾ ചിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യും, ഈ ഉബ്ബിയുള്ള അവിടെ നിന്ന് ഇളവി പോരും. എയർ അകത്തോട്ട് വലിക്കാൻ നോക്കും നിങ്ങൾ. അപ്പൊ എന്തോ ചെയ്യും, ഇവിടുന്ന് ഫുഡ് നേരെ ഏതിലോട്ട് തിരിച്ചിറങ്ങി വരും, മൂക്കിൽ കൂടെ തിരിച്ചിറങ്ങി വരും. അതുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സംസാരിക്കുകയോ എന്തോ ചെയ്യരുത്, ചിരിക്കുകയോ ചെയ്യരുത്. പ്രത്യേകിച്ചും ചിരിക്കരുത്. ഫുഡ് കഴിക്കുന്ന സമയത്ത് തമാശ പറഞ്ഞോ അങ്ങനെയൊന്നും ചിരിക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ ചെയ്യും. ഇത് വളരെ അപകടകരമായ ഒരു ഇതാണ്. ചിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അങ്ങ് ഓപ്പൺ ആവും. അതാണ് ഇതിന്റെ പ്രത്യേകത. ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മസിലുകളെല്ലാം റിലീസ് ആവുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മനഃശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത് ചിരിക്കണമെന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിലുകളും ആ സമയത്ത് എന്ത് ചെയ്യുക, റിലാക്സ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും എന്ത് ചെയ്യും, ഈ മസിലുകളെല്ലാം റിലാക്സ് ആകുമ്പോൾ ഈ പൈപ്പുകളെല്ലാം അപ്പം ഓപ്പൺ ആകുമ്പോൾ സംഭവിക്കുന്നത് എന്തുവാ, ഈ പറയുന്ന പോലെ നമ്മൾ ഫുഡ് എങ്ങാനും ഇറക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോകും, ലങ്സിലോട്ട് പോയി നമുക്ക് മരണം സംഭവിക്കാം. അപ്പൊ ഈ ഫുഡ് താഴോട്ട് തന്നെ പോകുന്നതിന്റെ ഫിസിയോളജി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. When the food enters to the pharynx, the uvula closes the nasal cavity, tube from the nasal cavity. Nasal cavity യിൽ നിന്ന് വരുന്ന ട്യൂബിനെ uvula close ചെയ്യും. At the same time, the trachea moves upward. Trachea എങ്ങോട്ടേക്ക് പോകും, moves upward and closed with the epiglottis. Epiglottis കൊണ്ട് ക്ലോസ് ചെയ്യും. Then the food can easily pass through the esophagus. ഈ സമയത്ത് എന്ത് ചെയ്യാം, ഈസോഫാഗസിലൂടെ കറക്റ്റ് ആയിട്ട് ആർക്ക് പോവാം, ഫുഡിന് പോവാം. ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ആരങ്ങ് ഓപ്പൺ ആവും, ഉവ്യൂള ഓപ്പൺ ആവും. അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് തീരുന്നവരെ ഇങ്ങനെ അടഞ്ഞിരുന്ന നമ്മുടെ ജീവൻ പോകും അല്ലെ. നമുക്കൊരു നിശ്ചിത സമയമുണ്ട്. അത് കഴിയുമ്പോൾ ഫുഡിന്റെ ഒരു ഉരുള ഇറക്കി കഴിഞ്ഞിട്ട് നമ്മൾ ശ്വാസം എടുക്കും അല്ലെ. അത് പരീക്ഷിച്ചൊന്നും നോക്കരുത്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ ഫുഡ് കഴിച്ചിറക്കി നമ്മൾ മനഃപൂർവ്വം തന്നെ ശ്വാസം ഉള്ളിലേക്കൊക്കെ എടുത്തൊന്നും നോക്കരുത്. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ നടന്നോളും. നിങ്ങൾ ചിരിക്കുക സംസാരിക്കുകയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി നടന്നോളും. ആ സമയത്ത് ഉവ്യൂള ഓപ്പൺ ആവും. ട്രക്കി എന്ത് ചെയ്യും, ട്രക്കി എങ്കിൽ താഴോട്ട് വരുന്ന സമയത്ത് എപ്പിഗ്ലോട്ടിസ് ഒക്കെ ഓപ്പൺ ആയി എന്തൊക്കെ നടന്നോളും. ഫുഡ് കറക്റ്റ് ആയിട്ട് എയർ കറക്റ്റ് ആയിട്ട് എങ്ങോട്ടൊക്കെ പൊക്കോളും, ട്രക്കിയിലോട്ടൊക്കെ പൊക്കോളും. ഒരു കാരണവശാലും തിരിച്ച് സംഭവിക്കില്ല. എയർ പോയി ഈസോഫാഗസിലൂടെ സ്റ്റൊമക്കിലൊന്നും പോകില്ല. അങ്ങനെ പോയാൽ തന്നെ കുഴപ്പമൊന്നുമില്ല, അതിന് തിരിച്ചു കയറി വന്നോളൂ. ആ എയർ എന്ത് ചെയ്യും, ഇങ്ങനെ തിരിച്ചു കയറി വന്നോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അറിയാതെ ഇത്തിരി എയർ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിപ്പോയി എന്ന് കരുതി എന്ത് ചെയ്യത്തില്ല, കുഴപ്പമൊന്നും വരില്ല. ഓക്കെ. ഇതിലും നിങ്ങൾ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ എയർ നിങ്ങൾ ഈ വയറ്റിലോട്ട് പോവോ എന്നൊരു കൺഫ്യൂഷൻ ഇപ്പൊ വന്നില്ലയോ? എയർ വയറ്റിലോട്ട് പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊരു കൺഫ്യൂഷൻ വന്നില്ലയോ? അതുകൊണ്ടാണ് നിങ്ങൾ ഈ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന സമയത്തും ഒക്കെ ഈ പ്ലേയേഴ്സ് എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളം സ്പ്രേ വായിലേക്ക് എന്ത് ചെയ്യാണ്, ഇങ്ങനെ അവരിങ്ങനെ ഉറിഞ്ചു കുടിക്കുകയല്ലേ ചെയ്യുന്ന കുപ്പിയിൽ നിന്ന്. പകരം എന്താ ചെയ്യുന്നത്, അവർ വായിലേക്ക് വെള്ളം ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കുകയാണ്. അതിന് കാരണം എന്താണ്? ഒന്നും ഒരുപാട് വെള്ളം അങ്ങനെ കുടിക്കണ്ട, വായ എന്ത് ചെയ്യും, നല്ലതുപോലെ നനയും. ഒന്നാമത്തെ കാരണം അത്. രണ്ട്, ഈ എയറും കൂടെ മിക്സ് ആയിട്ട് അടിയിലോട്ട് ഇറങ്ങി പോകില്ല. നിങ്ങൾ ഇങ്ങനെ വലിച്ചു കുടിക്കുന്ന സമയത്ത് കുപ്പിയിലെ എയറും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വലിച്ച് അകത്തോട്ട് കയറ്റുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യത്തില്ല, നമ്മുടെ സ്റ്റൊമക്കിലേക്ക് പോകത്തില്ല. അങ്ങനെ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, വായ നല്ലതുപോലെ നനയ്ക്കാം, വായ നല്ലപോലെ കോൾഡ് ആവും. ഇങ്ങനെ വലിച്ചു കുടിക്കുന്നതിനേക്കാളും വായുടെ എല്ലാ ഭാഗവും നനയുന്നത് എപ്പോഴാ, ഇങ്ങനെ പൊക്കി ഒഴിച്ച് കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് വായിലേക്ക് ഇങ്ങനെ. അവർ വെള്ളം കുടിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പ്ലേയേഴ്സ് വെള്ളം കുടിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ കളിക്കിടയിലൊക്കെ കാണിക്കത്തില്ലേ അവർ വെള്ളം കുടിക്കാനൊക്കെ പോകുന്നത്? അപ്പൊ ഇങ്ങനെ ഒരു ഇറ്റിച്ചിറ്റിച്ച് വീഴാവുന്ന ഒരു കുപ്പിയിൽ നിന്നാണ് അവർ വെള്ളം കുടിക്കുന്നത്.
അപ്പൊ അതിന് കാരണം ഇതാണ്, ഈ വയറ്റിനുള്ളിലേക്ക് എന്ത് പോകരുത്, എയർ പോകാതിരിക്കാൻ. അവരൊക്കെ ക്ഷീണം തോന്നും, അങ്ങനെയൊക്കെ എയർ ഒക്കെ പോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, അവരുടെ മസിൽസിനും ഒക്കെ ക്ഷീണമൊക്കെ തോന്നാതിരിക്കാനാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു പോയാലും, ഇപ്പൊ എയർ എങ്ങോട്ടേക്ക് ഈസോഫാഗസിലേക്ക് പോയാലും കുഴപ്പമില്ല, പക്ഷെ എയർ ഒരു കാരണം, ഫുഡ് ഒരു കാരണവശാലും ഇങ്ങോട്ട് പോകരുത്, വിൻഡ് പൈപ്പിലേക്ക് പോകരുത്, പോയാൽ ലങ്സിലെത്തി മരണം സംഭവിക്കും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുന്നത് ആരാണ്, ഈ പറയുന്ന എപ്പിഗ്ലോട്ടിസും ഉവ്യൂളയും. എപ്പിഗ്ലോട്ടിസും ഉവ്യൂളയുമാണ്, അവയുടെ യുണൈറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പൊ ഒന്നുകൂടെ പറയട്ടെ ഈ കാര്യം, അപ്പൊ നിങ്ങൾക്ക് ഇന്ന് നോട്ട് ചെയ്ത് വെക്കാമല്ലോ. ആദ്യമേ നിങ്ങൾ റഫായിട്ട് ഒരു പടം വരയ്ക്കുന്നു, എന്നിട്ട് എന്ത് നോട്ട് ചെയ്ത് വെക്കാം, when the food enters to the pharynx from the buccal cavity. When the food enters to the pharynx from the buccal cavity. buccal cavity യിൽ നിന്ന് ഫുഡ് pharynxലേക്ക് വരുമ്പോൾ the uvula closes the tube from the nasal cavity. The uvula closes the tube from എന്താണ് പറയാം. When the food enters into the pharynx, pharynxലേക്ക് ഫുഡ് എൻ്റർ ചെയ്യപ്പെടുമ്പോൾ, when the food enters into the pharynx from the buccal cavity, buccal cavity യിൽ നിന്നും ഫുഡ് pharynxലേക്ക് എൻ്റർ ചെയ്യപ്പെടുമ്പോൾ the uvula closes, അവിടെ ഇരിക്കുന്ന uvula ആരെ അടയ്ക്കും, uvula closes the tube from the nasal cavity. uvula closes the tube from the nasal cavity. nasal cavity യിൽ നിന്ന് താഴേക്ക് വരുന്ന ട്യൂബിനെ ആരടയ്ക്കും, uvula അടയ്ക്കും. the uvula closes the tube from the nasal cavity. then അടുത്ത എന്താണ് സംഭവിക്കുക, the windpipe rises, അല്ലെങ്കിൽ the trachea rises. ട്രക്കിയയുടെ ഒക്കെ സ്പെല്ലിംഗ് കറക്റ്റ് എഴുതണേ, ട്രച്ചിയ എന്ന് എഴുതുന്നത്, ട്രക്കിയ എന്ന് വായിക്കും, ട്രച്ചിയ എന്ന് എഴുതും, TRACHEA, ട്രച്ചിയ എന്ന് എഴുതിയിട്ട് ട്രക്കിയ എന്ന് വായിക്കും. ട്രക്കിയ rises up, trachea rises up and closed by the epiglottis. അത് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ എപ്പിഗ്ലോട്ടിസ് അതിനെ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. എപ്പിഗ്ലോട്ടിസ് അതിനെ ക്ലോസ് ചെയ്യും. ഓക്കെ, then the food can smoothly enter into the food pipe. then the food can easily enter into the, അല്ലെങ്കിൽ smoothly enter into the esophagus അല്ലെങ്കിൽ ഫുഡ് പൈപ്പ്. ഈസോഫാഗസിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് എഴുതണേ, ഒഈസോഫാഗസ് എന്ന് എഴുതണം, OESOPHAGUS, ഈസോഫാഗസ്, ഒഈസോഫാഗസ് എന്ന് എഴുതാം. അതുപോലെ ട്രക്കിയ എന്ന് എഴുതിയിട്ട് ട്രക്കിയ എന്ന് വായിക്കണം. ഓക്കെ, അത് മനസ്സിലായോ? ഫുഡ് എങ്ങനെയാണ് സ്റ്റൊമക്കിലേക്ക് പോകുന്നതെന്ന് മനസ്സിലായോ? എഴുതി കഴിഞ്ഞോ എല്ലാവരും? അപ്പൊ എഴുതി കഴിഞ്ഞല്ലോ, ഒന്നുകൂടെ പറയണ്ടല്ലോ, ഇനി പറയണോ? ഒന്നുകൂടെ പറയണോ? എന്താണ് പറയണോ? വേണ്ട. അടുത്ത് സ്റ്റൊമക്. അടുത്ത എങ്ങോട്ടാണ് പോകുന്നത്? ഇനി ഈസോഫാഗസിന്റെ കാര്യമാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇവിടെ വരെ കഴിഞ്ഞു. ഇവിടുത്തെ വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രവർത്തനം കഴിഞ്ഞല്ലേ. ഫുഡ് ഇനി വിൻഡ് പൈപ്പിലോട്ട് പോവോ ഫുഡ് പൈപ്പിലോട്ട് പോകുമോ എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ മാറി അവിടെ എപ്പിഗ്ലോട്ടിസ് ഉവ്യൂളയും കൂടെ സഹായിച്ച് ഫുഡ് എങ്ങോട്ട് തന്നെ പോയി, ഫുഡ് പൈപ്പായിട്ടുള്ള ഈസോഫാഗസിലോട്ട് തന്നെ പോയി. അപ്പോഴാണ് കത്തിയത്. അപ്പോഴേ ഈസോഫാഗസിലോട്ട് പോയി. ഈസോഫാഗസിന്റെ പ്രത്യേകത ഏതാണ്ട് 25 സെന്റിമീറ്റർ, നല്ല നീളമുള്ള ഒരാളിന് ഏതാണ്ട് 25 സെന്റിമീറ്റർ നീളം കാണും. ഈസോഫാഗസിന് എത്ര സെന്റിമീറ്റർ നീളം കാണും? 25 സെന്റിമീറ്റർ. സ്കെയിൽ കണ്ടില്ല, 30 സെന്റിമീറ്റർ സ്കെയിൽ എടുത്ത് ഇങ്ങനെ നോക്കിയാൽ 25 സെന്റിമീറ്റർ നീളം കാണും. ഇത് ഹൃദയത്തിന്റെ ബാക്കിൽ കൂടെയാണ് പോകുന്നത്. കേട്ടോ, ഹൃദയം ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കും, ബാക്കിൽ കൂടെയാണ് എന്ത് പോകുന്നത്, ഹൃദയത്തിന്റെ പിന്നിലൂടെയാണ് ഈസോഫാഗസ് സ്റ്റൊമക്കിലോട്ട് പോകുന്നത്. ഈസോഫാഗസ് അവിടുന്ന് വന്നിട്ടാണ് ഈ ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് ഈസോഫാഗസ് ഇങ്ങനെ താഴോട്ടിറങ്ങി വന്നിട്ട് ഇവിടെ ഇങ്ങനെ വലിയൊരു സാധനത്തിലോട്ടാണ് പോകുന്നത്. അതാണ് എന്ത്, സ്റ്റൊമക്ക്. ഇവിടെ ഇരിക്കുന്ന ഈ സാധനമാണ് സ്റ്റൊമക്ക്. അതായത് ഇവിടെ ഇച്ചിരി ഒരു കർവിങ് വരും ഇങ്ങനെ, ഇതാണ് സ്റ്റൊമക്ക്. ഓക്കെ, അപ്പൊ സ്റ്റൊമക്കിലോട്ട് വരുന്ന ഫുഡ്, esophagus carry the food from the buccal cavity to the stomach. ഫുഡിനെ ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് എത്തിക്കുന്ന കുഴലാണ് എന്ത്,
ഈസോഫാഗസിന് ഏകദേശം 25 സെന്റിമീറ്റർ നീളം കാണും. ഏകദേശം 25 സെന്റിമീറ്ററോളം നീളം എന്തോതിന് കാണും? ഈ ഈസോഫാഗസിന് കാണും. ഇനി എങ്ങനെയാണ് ഈ ഫുഡ് ഈസോഫാഗസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് താഴോട്ട് പോകണ്ടേ? ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പൊ ചോറ് കഴിക്കുകയാണെങ്കിൽ ഓക്കെ, അത് ഒഴുകി ഇറങ്ങി അങ്ങ് പൊക്കോളും. മുട്ടായി കഴിക്കുകയാണെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ ഉമിനീരുമായിട്ട് അലിച്ചാണ് ഇറക്കുന്നത്. ഒരു ചിക്കൻ കാല് നിങ്ങളടുത്ത് കടിച്ചങ്ങ് തിന്നാൽ ഡ്രൈ ആയിട്ടിരിക്കുകയാണ് അല്ലെ. ഫ്രൈഡ് ചിക്കൻ ഒക്കെ ആണെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്തോ ഇത് താഴോട്ട് പങ്കെടുത്ത് പൊങ്ങി ചാടുവോ? ഇവിടെ ഇരിക്കുന്ന ഫുഡ് എന്ത് ചെയ്യും? ഇവിടെ വരെ ഫുഡ് എത്തി. ഇനി താഴോട്ട് പോകണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. താഴോട്ട് പോകണമെങ്കിൽ എന്തോ ചെയ്യണം? ഇല്ല, കുപ്പിയിലൊക്കെ നടുക്ക് നിന്ന് ഒരു സാധനം ജാം ആവുകയാണെങ്കിൽ നിങ്ങൾ കുലുക്കി താഴെ ഇടും. അതേ കണക്ക് എന്താണ് സഭയിൽ കല്യാണത്തിനൊക്കെ ചെന്നിരുന്ന് ചിക്കനൊക്കെ കഴിച്ച് പൊങ്ങി ചാടി കഴിഞ്ഞാൽ ഇതങ്ങ് താഴെ പോവില്ല. പകരം ഈസോഫാഗസിന് എല്ലായ്പ്പോഴും, ഈസോഫാഗസിനല്ല ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ മൊത്തത്തിൽ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ആ മൂവ്മെന്റിന്റെ പേരാണ് പെരിസ്റ്റാൾസിസ്. എന്താണ് കുഞ്ഞുങ്ങളെ? പെരിസ്റ്റാൾസിസ്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ അതാണ്ട് ഇങ്ങനെ ഇവിടെ ഇപ്പൊ ഒരു ഫുഡ് വന്നാൽ ഇതിനെ ഞെക്കി ഇങ്ങോട്ട് ഞെക്കും. ആരെ ഞെക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനകത്തിരിക്കുന്ന മസിലുകൾ ഞെക്കുന്നു. അത്രേ ഉള്ളൂ. നിങ്ങളൊരു ട്യൂബിനകത്തോട്ട് ഇപ്പൊ ഹോസിനകത്തോ കട്ടിയില്ലാത്ത ട്യൂബിനകത്ത് വെള്ളം കയറ്റി അപ്പർ സൈഡ് പോകാൻ വേണ്ടി ഇങ്ങനെ കാക്കി കളയത്തില്ല നിങ്ങൾ വെള്ളം. ഏറ്റവും കൂടുതൽ ഉദാഹരണം നിങ്ങൾക്ക് തന്നെ അറിയാം. സിപ്പപ്പ് ഒക്കെ വാങ്ങിച്ച് കുടിക്കുന്നവര് അവസാനത്തെ തുള്ളി അതിൽ നിന്ന് എടുക്കാനുള്ള ഒരു ശ്രമമുണ്ട്. അവസാനം എന്തോ ചെയ്യും? അവിടുന്ന് നിങ്ങളുടെ ഫുൾ ആരോഗ്യം എടുത്ത് ജിമ്മിലൊക്കെ കിടന്ന് പിടിക്കുന്ന കണക്കാണ് അങ്ങേ അറ്റത്ത് ഇങ്ങോട്ട് വലിക്കുന്നത്. അതുപോലെ എന്ത് ചെയ്യും? ഞെക്കി ഈ സാധനത്തെ എന്ത് ചെയ്യും? സ്റ്റൊമക്ക് വരെ എത്തിക്കും. ഇനി സ്റ്റൊമക്കിൽ എത്തിയിട്ട് എന്ത് ചെയ്യും? ഇവിടെ നിങ്ങോട്ട് ഞെക്കി തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ താഴോട്ടുള്ള ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ മൊത്തത്തിൽ എന്തോ നടക്കുന്നത്? ഇങ്ങനെ ഞെക്കിയാണ് ഫുഡിനെ എന്ത് ചെയ്യുന്നത്? താഴോട്ട് കൊണ്ടുപോകുന്നത്. അത് ഇവൻ നിങ്ങൾ ഒരു മിഠായി എടുത്ത് ഒരു ഗുളിക എടുത്ത് വിഴുങ്ങിയാൽ പോലും അതെങ്ങനെയായിരിക്കും താഴോട്ട് പോകുന്നത്? ഈ പെരിസ്റ്റാൾസിസിലൂടെയാണ്. അപ്പൊ പെരിസ്റ്റാൾസിസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണെന്ന് പറയും? ഇറ്റ് ഈസ് ദ വേവി മൂവ്മെന്റ് ഇൻസൈഡ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെ ഉള്ളിലെ വേവി മൂവ്മെന്റ്, ഇങ്ങനെ ഒരു തരംഗ കണക്കല്ലേ ഇത് പോകുന്നത് താഴേക്ക് ഇങ്ങനെ അല്ലേ പോകുന്നത്? ഒരു വേവ് പോലെ അല്ലേ പോകുന്നത്? അപ്പൊ വേവ് പോലെ ഇങ്ങനെ താഴോട്ട് പോകുന്ന ആ മൂവ്മെന്റിനെയാണ്, അതാണ് ഇങ്ങനെ ഞെക്കി ഇങ്ങനെ താഴോട്ട് ഇറക്കുന്ന ആ മൂവ്മെന്റിനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് ദ വേവി ലൈക്ക് മൂവ്മെന്റ് ഇൻസൈഡ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഡൈജസ്റ്റീവ് ട്രാക്ടിനുള്ളിൽ വേവി ലൈക്ക് മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. പെരിസ്റ്റാൾസിസ് മലയാളത്തിൽ പെരിസ്റ്റാൾസിസ് എന്നൊക്കെ എഴുതി വരും. ശരിക്കും നമ്മൾ എഴുതുന്ന പെരിസ്റ്റാൾസിസ് എന്നാണ്. പെരിസ്റ്റാൾസിസ്. ഓക്കെ, നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഡോർ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വരാം. ഓക്കെ നിങ്ങളെ, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല. ഡോർ ഒന്ന് ക്ലോസ് ചെയ്തില്ലെങ്കിലേ കേൾക്കാൻ പറ്റില്ല. അപ്പോ പെരിസ്റ്റാൾസിസ് വരെ പറഞ്ഞു അല്ലെ. ഇവിടെ എത്തുന്ന ഫുഡ് നമ്മൾ പൊങ്ങിച്ചാടിയൊന്നും അല്ല താഴോട്ട് പോകുന്നത്. പകരം പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിലൂടെയാണ് ഈ ഫുഡ് ഇവിടെ ചെല്ലുന്നത് താഴെ ഡൈജസ്റ്റീവ് സ്റ്റൊമക്ക് വരെ എത്തുന്നത്. സ്റ്റൊമക്കിന് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈസോഫാഗസിൽ മാത്രം നടക്കുന്നതാണെന്ന് എഴുതരുത്. പകരം എന്തെഴുതണം? ഓൾ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ മൊത്തത്തിൽ ഈ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ മൊത്തത്തിൽ പെരിസ്റ്റാൾസിസ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് എന്ത് ചെയ്യും? താഴേക്ക് വരും. അപ്പൊ എൻ്റെ ഒരു ഡൗട്ട്, നമ്മൾ വൊമിറ്റ് ചെയ്യുമല്ലോ. നമ്മൾ വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പെരിസ്റ്റാൾസിസ് മുകളിലേക്ക് നടക്കുന്നു. വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? വയറ്റിൽ കിടക്കുന്ന സാധനം, അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ ഇരിക്കുന്ന ഫുഡ് ഐറ്റത്തിനെ എന്ത് ചെയ്യാണ്? തിരിച്ച് വായിലൂടെ വെളിയിൽ കളയുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? സ്റ്റൊമക്കിൽ ഇരിക്കുന്ന ഫുഡ് ഐറ്റത്തിനെ എങ്ങോട്ട് വരികയാണ്? തിരിച്ച് വായിലൂടെ വെളിയിൽ കളയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഈ പെരിസ്റ്റാൾസിസ് നേരെ മുകളിലോട്ട് നടക്കുമെന്നാണ് എന്റെ ചോദ്യം. നടക്കുമോ? നടക്കൂല. അങ്ങനെ പഠിക്കരുത്. ഒരിക്കലും നടക്കൂല. പെരിസ്റ്റാൾസിസ് എപ്പോഴും എങ്ങനെ നടക്കൂ? മുകളിൽ നിന്ന് താഴേക്ക് മാത്രമേ നടക്കൂ. അപ്വേർഡ് ടു ഡൗൺവേർഡ് ഡയറക്ഷൻ, അങ്ങനെ മാത്രമേ നടക്കൂ. ഛർദ്ദിക്കുമ്പോൾ പോലും എന്ത് ചെയ്യില്ല? ഇത് മുകളിലേക്ക് നടക്കില്ല. ഛർദ്ദിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റൊമക്ക് വല്ലാതെ കൺട്രാക്ട് ചെയ്യും. കൺട്രാക്ട് ചെയ്ത് അറിയാതെ എന്ത് ചെയ്യാണ്? ഈ മുകളിലോട്ട് വരികയാണ്. ആ സമയത്ത് പെരിസ്റ്റാൾസിസ് എങ്ങോട്ട് തന്നെ നടക്കും? താഴേക്ക് തന്നെ നടക്കത്തുള്ളൂ. പെരിസ്റ്റാൾസിസ് താഴേക്ക് തന്നെ നടക്കത്തുള്ളൂ. അത് ഈ വൊമിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. വൊമിറ്റ് ചെയ്യുന്നതിന് കാരണം എന്താണ്? നിങ്ങളുടെ സ്റ്റൊമക്ക് കറക്റ്റ് ആയിട്ട് ഇരിക്കാത്തത് കൊണ്ട്, സ്റ്റൊമക്ക് അറിയാതെ വൈബ്രേറ്റ്. നിങ്ങൾ വണ്ടിയിലൊക്കെ പോകുമ്പോഴായിരിക്കും കൂടുതൽ എന്ത് ചെയ്യുന്നത്? ഛർദ്ദിക്കുന്നത്. അതിന് കാരണം വണ്ടി വൈബ്രേറ്റ് ചെയ്യുന്നതിന് കൂടെ എന്ത് വൈബ്രേറ്റ് ചെയ്യും? സ്റ്റൊമക്കിൽ കിടക്കുന്ന ഫുഡ് ഐറ്റം വൈബ്രേറ്റ് ചെയ്യും. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സ്റ്റൊമക്കിന്റെ പ്രവർത്തനം കറക്റ്റ് ആയിട്ട് നടക്കൂല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും?
ഫുഡ് നേരെ മുകളിലോട്ട് എന്ത് ചെയ്യും, എടുത്തിഞ്ഞ് വെളിയിൽ കളയും. ഇതാണ് സംഭവിക്കുന്നത്. വൊമിറ്റ് ചെയ്യുന്ന സമയം സംഭവിക്കുന്നത് ഇതാണ്. അപ്പോൾ വയറ്റിൽ വൈബ്രേഷൻ അടിക്കാതിരുന്നാൽ മതി. ഛർദ്ദിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ വയറ്റിൽ എന്ത് ചെയ്യാതിരുന്നാൽ മതി, സ്റ്റൊമക്കിൽ വൈബ്രേഷൻ അടിക്കാതിരുന്നാൽ മതി. അതിനാണ് ഈ ന്യൂസ് പേപ്പറൊക്കെ മടക്കി ഇവിടെ വെച്ചിട്ട് സീറ്റിലൊക്കെ ഇട്ടിട്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഛർദ്ദിലൊക്കെ മാറുമെന്നൊക്കെ പറയുന്നത്. ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ പെരിസ്റ്റാൾസിസ് എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായോടെ? ഈസോഫാഗസിനെ പറ്റി അത് മാത്രമേ ഉള്ളൂ. ഈസോഫാഗസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തരം മസിൽ കൊണ്ടാണ്. അതിനകത്ത് ആ മസിൽ തന്നെ എന്ത് നടത്തുന്നു, ഒരു പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് നടത്തുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫുഡിനെ സ്റ്റൊമക്കിൽ എത്തിക്കാൻ പറ്റും. സ്റ്റൊമക്കിൽ എത്തിയിട്ടാണ് ബാക്കി കഥ. സ്റ്റൊമക്കിൽ വെച്ചിട്ടാണ് നല്ലതുപോലെ ഡൈജഷൻ ആരംഭിക്കുന്നത്. അപ്പൊ ഞാൻ സ്റ്റൊമക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഇന്ന് നമുക്ക് സ്റ്റൊമക്ക് നല്ലതുപോലെ പഠിക്കാനുള്ള സമയമില്ല, എന്നാൽ ഞാൻ ഇൻട്രൊഡക്ഷൻ തരാം. സ്റ്റൊമക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ പറയുന്നത്? പറ്റുന്നുണ്ട്. ഈ മഴ പെയ്യുന്നത് കൊണ്ട് ചെറിയൊരു ഇത് വരും, ക്ലാഷ് വരും, സൗണ്ട് തമ്മിലൊരു ക്ലാഷ് വരും. ഞാൻ ഡോർ ഓപ്പൺ ആക്കി. നല്ല കാറ്റും മഴയുണ്ട് ഇവിടെ, അതുകൊണ്ട് ഈ ഡോർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. തുറന്ന് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പോയി ക്ലോസ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, സ്റ്റൊമക്ക് വരെ. ഇനി സ്റ്റൊമക്കിന്റെ പ്രത്യേകത, നമ്മുടെ ഫുഡിനെ ടെമ്പററി സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ സ്റ്റൊമക്ക്. സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും. നമ്മുടെ ഈ വാരിയൽ തീരുമല്ല, റിബ്സ് തീരുന്ന ഒരു സ്ഥലമില്ലേ, അവിടെ ആയിട്ട് വരും ഈ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റൊമക്കാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഏകദേശം 3 മണിക്കൂറോളം, ഏകദേശം മാക്സിമം 3 മണിക്കൂർ എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും? സ്റ്റൊമക്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. സ്റ്റൊമക്കിൽ സ്റ്റോർ ചെയ്യുക മാത്രമല്ല, അവിടെ ഇട്ട് ഇതിനെ എന്ത് ചെയ്യാണ്, ഗ്രൈൻഡ് ചെയ്യാണ്, നല്ലതുപോലെ അരയ്ക്കുകയാണ്. നിങ്ങൾ ചവയ്ക്കാതൊക്കെ ചിലപ്പോൾ ഫുഡ് കഴിക്കും. ആ സമയത്ത് അതിനെ നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് ന്യൂട്രിയൻസിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. അപ്പൊ ആ ഗ്രൈൻഡിങ് നടത്തുന്നത് ആരാണ്? ഈ സ്റ്റൊമക്കാണ്, അല്ലെ? വലിച്ചു വാരിയൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിങ്ങനെ നടക്കും, അല്ലെ? ഇപ്പൊ എന്താണ് കൂടുതലും ഈ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്താണ് എന്താ, നിങ്ങൾ ആദ്യമേ കഴിച്ചില്ല മറ്റേ കാറ്ററിംഗ് സർവീസിൽ അങ്ങനെ മാറിപ്പോകുന്നതിന് മുമ്പേ അടുത്ത മേടിക്കണമല്ലോ എന്ന് വിചാരിച്ച് എന്തോ ചെയ്യും, വളരെ വേഗത വാരി കഴിക്കും. ഈ ഇരിക്കുന്ന ഫുഡ് വാരി കഴിക്കും. ചവയ്ക്കത്തൊന്നുമില്ല, എങ്ങനെ ഇറങ്ങിപ്പോകുന്നതെന്ന് തന്നെ നമുക്ക് തന്നെ സംശയം തോന്നും, ഇതൊക്കെ എങ്ങനെ താഴെ പോയി എന്ന്. പോയി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുന്നത്. പക്ഷെ വയറ്റിലെത്തിയിട്ട് ഡൈജസ്റ്റ് ചെയ്തല്ലേ വരത്തുള്ളൂ. ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് എന്ത് ചെയ്യണം, നല്ലതുപോലെ വീണ്ടും അരയ്ക്കണം. അരയ്ക്കുന്ന സമയത്ത് എന്തോ ചെയ്യും, ഈ സ്റ്റൊമക്ക് അകത്ത് കിടന്ന് ചുരുങ്ങി വികസിച്ചുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കഴിക്കുന്ന ഫുഡിനെ മുഴുവൻ അരച്ചെടുക്കുന്നത്. മുഴുവൻ അരച്ച് ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ചേണിങ്. CHURING, ചേണിങ്. കേണിങ് എന്ന് പറയും, കേണിങ്. നിങ്ങൾ പഠിക്കാതെ ചേണിങ് എന്ന് പഠിച്ചാൽ ചേണിങ്, അരയ്ക്കുക, നല്ലതുപോലെ അരയ്ക്കും. ഫുഡിനെ എന്ത് ചെയ്യും, നല്ലതുപോലെ അരയ്ക്കും. അത് ഏകദേശം എത്ര മണിക്കൂർ അരയ്ക്കും? സാധാരണ ഫുഡൊക്കെ ആണെങ്കിൽ ഒരു 2 മണിക്കൂറും, നല്ല പ്രോട്ടീൻ കണ്ടന്റും നല്ല തിക്കായിട്ടുള്ള ഫുഡാണെങ്കിൽ ഏകദേശം 3 മണിക്കൂറും അരയ്ക്കും. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് 3 മണിക്കൂർ ഇടവിട്ട് ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത്. അതിന് മുമ്പ് ഫുഡ് കഴിച്ചാൽ എന്തോ കുഴപ്പം, നല്ലതുപോലെ അരയൂല. ആദ്യം അരച്ചത് ഓക്കെ. ആദ്യം നിങ്ങളിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഏകദേശം ഒരു 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിൽ 10, 11, ഏകദേശം ഒരു 11:30 വരെ ഇതെന്ത് ചെയ്യും, അരയ്ക്കും. പക്ഷെ നിങ്ങൾക്ക് 11:30ക്ക് മുമ്പേ വിശക്കും. നിങ്ങൾ എന്ത് വിശപ്പില്ലെങ്കിൽ നിങ്ങൾ കഴിക്കും, മിച്ചറോ കപ്പലണ്ടിയോ എന്തെങ്കിലും വാരി കഴിക്കും. അപ്പൊ അത് നല്ലതുപോലെ അരയ്ക്കാൻ പറ്റില്ല. കൃത്യം 2.5 മണിക്കൂർ കഴിയുമ്പോൾ എന്തോ ചെയ്യും, ഇത് അടുത്ത സ്മോൾ ഇൻഡസ്ട്രിയിലോട്ട് വിടും. സ്മോൾ ഇൻഡസ്ട്രിയിലോട്ട് വിടുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല, അരയൂല, നല്ലതുപോലെ അരയൂല. അപ്പൊ ന്യൂട്രിയൻസ് വെറുതെ വേസ്റ്റ് ആവുകയാണ്. നിങ്ങൾ കഴിക്കുന്ന ന്യൂട്രിയൻസ് എന്ത് ചെയ്യാണ്, വെറുതെ വേസ്റ്റ് ആവുകയാണ്. അപ്പൊ സ്റ്റൊമക്കിൽ ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ. ഏകദേശം 3 മണിക്കൂറോളം എന്ത് ചെയ്യുന്നു, ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ടെമ്പററി സ്റ്റോറേജ് ആണ്. കൂടാതെ അത് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. എന്താണ് അതിന്റെ പേര്? ചേണിങ്. CHURING, ചേണിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്. അവിടെ ഇട്ട് അരയ്ക്കുകയാണ്. നല്ലതുപോലെ ച്യൂ ചെയ്യാത്ത ഫുഡിനെ, ചവയ്ക്കാത്ത ഫുഡിനെ അവിടെ ഇട്ട് എന്ത് ചെയ്യാണ്, അരയ്ക്കുകയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി ഭാഗം ഇനി സ്റ്റൊമക്കിൽ വെച്ച് ഫുഡിന് എന്ത് സംഭവിക്കുന്നു, സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു, ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.